അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അതിഥികൾക്ക് പോകാനുള്ള സമ്മതമുണ്ട് എന്ന് കരുതിയിട്ട് വലിയ നീണ്ട പ്രഭാഷണം ഉണ്ടാവുമെന്ന് ബേജാറാവും വേണ്ട. മാനുപ്പ പറഞ്ഞതുപോലെ എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന പ്രഭാഷണമായതുകൊണ്ട് ഈ വർഷം കാലാവസ്ഥയുടെ പ്രതികൂലതയും മറ്റുമായി നമുക്ക് നേരത്തെ നടത്താൻ കഴിഞ്ഞില്ല. ഇനി നീണ്ടു പോകുമ്പോഴേക്ക് സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. അപ്പോൾ പിന്നെ ആചാരം കേട്ട് പോന്നട്ടെ. അപ്പോൾ പിന്നെ ഉള്ള ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിലൊന്ന് നടത്താമെന്ന് തീരുമാനിച്ചതാണ്. അൽഹംദുലില്ലാഹ് വളരെ കുറഞ്ഞ സമയത്തിനിടയിൽ ഒരുപാട് വലിയ ഉസ്താദുമാർ, സമസ്തയുടെ സെക്രട്ടറി മുതൽ കേന്ദ്ര മുഷാവറ മെമ്പർമാരും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാരും ഉമറാക്കളും പരിസരത്തുള്ള പണ്ഡിതനും അഭ്യുദയകാംക്ഷികളും എല്ലാം നമ്മെ ആശീർവദിക്കാനും ആശംസ അർപ്പിക്കാനും എത്തി. അള്ളാഹു ഇനിയും ഒരുപാട് കാലം പൊതുരംഗത്ത് സജീവമാകാൻ അവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നിരവധി സാദാത്യങ്ങൾ വന്നു പോയവരും ബഹുമാനപ്പെട്ട ബാപ്പുത്തങ്ങൾ അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ. ഈനാട് തങ്ങൾ പാപ്പ അള്ളാഹു താല മൺമറഞ്ഞ തങ്ങൾ പാപ്പ ദറജയേറ്റി കൊടുക്കട്ടെ. നമുക്ക് തണൽ വിരിക്കുന്ന ഭാവത്തങ്ങൾ കുഞ്ഞാവത്തങ്ങൾ അള്ളാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ഉത്തരവാദിത്തങ്ങളുടെ അനുജൻ ഇനി നമുക്ക് നേതൃത്വം നൽകുന്ന സാദാത്യങ്ങൾ അള്ളാഹ് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ഒരാൾ പറഞ്ഞതുപോലെ വിശന്ന് ഊങ്ങണേ ഉള്ളൂ തല്ലണില്ല എന്ന് പറഞ്ഞു എന്ന പോലെ ഒന്ന് ഒരു ചുറ്റി പഠിക്കുന്നേ ഉള്ളൂ. അധികം വൈകാതെ ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു കറക്റ്റ് സമയം എത്തുമ്പോൾ ഞാൻ നിർത്തും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ബാക്കിയാണ് ചരിത്രങ്ങൾ പറയാറുള്ളത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയെ പോറ്റി വളർത്തിയ ഉപ്പയുടെ മരണവും അതുപോലെ തന്നെ ഉമ്മയുടെ മരണവും അതിനുശേഷം പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ കഫാലത്ത് ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബ്, ഈ അബ്ദുൽ മുത്തലിബിനുണ്ടായ ഒരുപാട് സ്ഥാനമാനങ്ങൾ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു. അബ്ദുൽ മുത്തലിബിനെ നന്നായി പരിചയപ്പെടുത്തി. അബ്ദുൽ മുത്തലിബിന്റെ പേരടക്കം അബ്ദുൽ മുത്തലിബ് ആയിരുന്നില്ല എന്നും നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്ന പ്രകാശിക്കുന്ന മുടി, ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പാരമ്പര്യം, അതിനെ തുടർന്ന് ഹബീബിന് വേണ്ടിയുള്ള സംവിധാനിച്ച സംസം, ആ സംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം തീർക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ വന്ന അത്ഭുത ഉറവ, തിരിച്ചു വന്ന അബ്ദുൽ മുത്തലിബ് ഇസ്സത്ത് വർദ്ധിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ ഇസ്സത്തും അബ്ദുൽ മുത്തലിബിന് ഉണ്ടാകുന്നത്. കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ജീവിക്കുന്ന കാലത്ത് ഏകദേശം ലാസ്റ്റിലെത്തുമ്പം അവിടുത്തെ സഹോദരി റുഖൈഖ ബിൻത് അബീ സുയ്ഫ് എന്ന് പറയുന്ന ഈ പെണ്ണൊരു സ്വപ്നം കാണുകയാണ്. അവിടെ മൊത്തം മഴയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടം. ആ മഴയില്ലാതെ വിഷമിച്ച് കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുന്ന സമയം. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഹോദരി സ്വപ്നം കാണുന്നത്. ഏകദേശം രൂപങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വെളുത്ത് തുടുത്ത ഭംഗിയുള്ള ശരീരം, ആകാരമുള്ള പ്രകൃതി, അതോടൊപ്പം തന്നെ ആരാലും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. മാത്രമല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ നിങ്ങളെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ അദ്ദേഹത്തിന് മറ്റു മക്കളും അതോടൊപ്പം പ്രധാനപ്പെട്ട മകനുണ്ട്, മുത്തറസൂലാണ് സൂചിപ്പിച്ചുകൊണ്ടാണ്. അവരൊക്കെ രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറയുമെന്ന സ്വപ്നം, ആ സ്വപ്നം അത് വ്യാഖ്യാനിച്ച മുഴുവൻ ആളുകളും ആ പറഞ്ഞ യോഗ്യതയുക്ത വ്യക്തി അബ്ദുൽ മുത്തലിബാണെന്ന് പറയുകയും അബ്ദുൽ മുത്തലിബെ സമീപിക്കുകയും ചെയ്യാണ്. ഈ അബ്ദുൽ മുത്തലിബ്
പുന്നാര റസൂലുള്ളാഹി തങ്ങൾ ചെറിയ കുട്ടിയാകുന്ന സമയം ആ കുട്ടിയെ കൊണ്ടുവന്ന് കഅബയിലേക്ക് ചേർത്ത് വെച്ച് തവാഫ് ചെയ്തതിന് ശേഷം കുളിയും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് പുന്നാര റസൂലുള്ളാഹി തങ്ങൾ കഅബയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മഴ സമൃദ്ധമായി ലഭിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. ഇത് പറയുന്നത് എന്താ ചോദിച്ചാൽ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം അത് നുബുവത്തിന് ശേഷം അല്ല, റസൂലുള്ള ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് നാം 1 വർഷമോ 2 വർഷമോ വിശദമായി ചർച്ച ചെയ്തത്. ശേഷം മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആളുകൾ ഉണ്ടോ അതിൽ മനുഷ്യേതര ജീവിന് വ്യത്യാസമല്ല. സംസാരശേഷി ഇല്ലാത്ത ജീവജാലങ്ങൾ പോലും മുത്ത് റസൂലുള്ളാഹിന്റെ ഷഹാദത്ത് സാക്ഷ്യപ്പെടുത്തി സംസാരിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷ പ്രഭാഷണങ്ങൾ നാം പറഞ്ഞു. ഞാൻ എന്തിനാ ഇങ്ങനെ അടിവരയിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ സി ഉസ്താദിന്റെ പ്രസംഗത്തിലും നമ്മുടെ സ്വഭാവപുരപ്പെട്ട പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞ മുസ്ലിം സമുദായത്തെ ഫോക്കസ് ചെയ്ത് അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് വളരെ ഭംഗിയായി ആസൂത്രിതമായി അടർത്തിയെടുക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ പേരിലും നടക്കുന്നുണ്ട്, അല്ലാത്ത പേരിലും നടക്കുന്നുണ്ട്. പലരും തുറന്ന ഭാഷയിൽ തന്നെ വരികയാണ്. നീതിന്യായ വ്യവസ്ഥയെ പോലും സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നിരുത്തരവാദപരമായി ഉത്തരവാദപ്പെട്ട ചിലരിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മുസ്ലിം ലേബിളുള്ള പലരും ഇസ്ലാമിന്റെ അടിസ്ഥാന ശില അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണെങ്കിൽ ഈ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ പോലും വികലമാക്കുന്ന രീതിയിൽ ആണ് ഇന്ന് പ്രമാണങ്ങളാകുന്ന ഖുർആൻ സുന്നത്തും വളച്ചൊടിച്ചുകൊണ്ട് പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വേള ദുഃഖകരമെന്ന് പറയട്ടെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ സ്മരണകൾ അയവിറക്കണമെന്ന് പറയുന്ന ആളുകൾ പോലും ആ റസൂലുള്ളാഹിന്റെ തിരുജന്മദിനത്തെ അംഗീകരിക്കുന്നതും അനുസ്മരിക്കുന്നതുമൊക്കെ ലിമിറ്റ് വെക്കണമെന്നും ആ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആ രീതിയിലൊന്നും കാണേണ്ട ആളല്ല. അള്ളാഹു കാലേ കൂട്ടി പ്രപഞ്ചത്തെ സംവിധാനിക്കുന്നതിന് മുമ്പ് അള്ളാഹു സംവിധാനിച്ച രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി കടന്നു പോന്ന ഏതൊക്കെ വഴികളുണ്ടോ എല്ലാ വഴികളും വളരെ അസാധാരണത്വം നിറഞ്ഞതാണ്. പക്ഷെ ആ കണ്ണാടിയിലൂടെ, ആത്മീയ കണ്ണാടിയിലൂടെ, ഹുബ്ബുർ റസൂൽ കണ്ണാടിയിലൂടെ, മഹബ്ബത്ത് നബി കണ്ണാടിയിലൂടെ നാം അത് വീക്ഷിക്കണം. അത് വീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ നബിയായി രംഗത്ത് വരുന്നതിന്റെ മുമ്പ് ആ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഅബയിലേക്ക് ചേർത്തി വെച്ചപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർമേഘങ്ങൾ ഒരുമിച്ചുകൂടി മഴ പെയ്തു എന്ന് ചരിത്രം. ഒരു ഉദാഹരണം പറയാം. ഈ രീതി റസൂലുള്ളാഹി തങ്ങളുടെ ആത്മീയത ഹൈലൈറ്റ് ചെയ്ത് റസൂലുള്ളാഹിന്റെ അസാധാരണത്വം ബോധ്യപ്പെടുത്തി നുബുവത്തിന്റെ വാദവുമായി റസൂലുള്ളാഹി വരുന്നതിന്റെ മുമ്പ് ഖുറൈശികളാകുന്ന ആളുകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ്. ഈ അംഗീകാരമൊക്കെ ഉള്ളതോടു കൂടെയാണ് 110ാമത്തെ വയസ്സിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് കേവലം 8 വയസ്സ് മാത്രം പ്രായമാകുമ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത്. ഞാൻ സമയം ചുരുക്കിയതിന്റെ പോയിന്റ്സുകൾ മാത്രം പറയുകയാണ്. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് നബിയുടെ കൈ കട്ടിൽ പിടിച്ച്, അബ്ദുൽ മുത്തലിബ് മരിച്ചു കിടക്കുന്ന കട്ടിൽ പിടിച്ച് വിഷമത്തോടുകൂടെ കരഞ്ഞത് ഉമ്മു ഐമൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം തന്റെ പിതാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ജനിച്ചു, ഉമ്മയുടെ സ്നേഹം ലഭിച്ചു. തമീസിന്റെ പ്രായം എത്തുമ്പോഴേക്ക് ഉമ്മയും മരണപ്പെടുകയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലാതെ വളരുന്ന റസൂലുള്ളാഹി തങ്ങളെ ചേർത്ത് പിടിച്ച്
ഉമ്മയെയും ഉപ്പയെയും പോലെ സ്നേഹം കൊടുത്ത് വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് 2 വർഷമേ ആ പിതൃത്വം ആസ്വദിക്കാൻ പുന്നാനബി തങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുകയാണ്. ആ വിരഹ ദുഃഖം, ആ വിടവ് അത് ആലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഏങ്ങി കരയുകയാണ്. ഇത് പറയുമ്പോ ലോകത്തിന് നേതാവായി വന്ന, ലോകം മുഴുവൻ അല്ലാഹു തആല സംവിധാനിച്ച ഈ ഒരു മഹാവ്യക്തിത്വമാകുന്ന റസൂലുള്ളാഹ്, എന്തേ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ യതീമായി പോയത്? ഉപ്പയില്ലാത്ത യതീം, ഉമ്മയില്ലാത്ത യതീം, പിന്നെ ഉള്ള വല്ലിപ്പ, ആ വല്ലിപ്പയും യതീം, പൂർണ്ണമായ യതീമാണ്. നമുക്ക് പലർക്കും അതൊരു കുറവായിട്ടായിരിക്കാം തോന്നുന്നത്, പക്ഷെ അതൊരു മദ്ഹാണ്, അതൊരു സ്ഥാനക്കയറ്റമാണ്. അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പല മദ്ഹുകളും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ അലം യജിദ്ക യതീമൻ ഫആവാ, അല്ലാഹു തആല വ്യക്തമായി പറയുന്നുണ്ട്, അമ്മി നബിയേ, അങ്ങ് യതീമായിരുന്നല്ലോ, പക്ഷേ യതീമായ അങ്ങിന് വേണ്ട എല്ലാം ചെയ്തു തന്നുകൊണ്ട് അല്ലാഹു തആല തന്നെ നേർക്ക് നേരെ ഏറ്റെടുക്കുകയാണ്. ഇതാ റസൂലുള്ളാഹിന്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ, നമ്മയൊക്കെ പോറ്റി വളർത്തുന്നത് നമ്മുടെ ഉപ്പയും ഉമ്മയും ആവാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരാകാം. അങ്ങനെ ഒരാളും ഇല്ല. അൽ-ഇൻസാനുൽ കാമിലാകണം, ഒരാളോടും ബന്ധങ്ങളില്ല. ഇവിടെ ഇപ്പം സ്വഭാവത്തിൽപ്പെട്ട പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, തൻ്റെ മുലപ്പാല് തന്ന ഉമ്മയോട് ബാധ്യതയില്ലാത്ത, അതേപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ പിതാവിനോട് ബാധ്യതയില്ലാത്ത സമൂഹമാണ് വളർന്നു വരുന്നത്. ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, നമുക്ക് ആ ബാധ്യതകളുണ്ട്. എന്നാൽ അല്ലാഹു തീരുമാനിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നാഥനായ പടച്ചതമ്പുരാൻ ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് ഇനിയുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ മുച്ചൂടും മാറ്റാൻ ഒരു നേതൃത്വം വരാൻ പോവുകയാണ്. പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റടിക്കുകയാണ്. അന്ന് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളെ മുഴുവനും മാറ്റിമറിക്കാനിരിക്കുകയാണ്. ഇതൊക്കെ വരുമ്പോൾ അവിടെ സ്വന്തം പിതാവും സ്വന്തം ജ്യേഷ്ഠന്മാരും സ്വന്തം പെങ്ങന്മാരും സ്വന്തം ഉടപ്പിറപ്പികളും ഉണ്ടാകുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരും ഒരു തടസ്സവും റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടാകരുത്. റസൂലുള്ളാഹിന്റെ ദീനീ ദഅവത്തിന് മുമ്പിൽ തടസ്സങ്ങളായി ഒരാളും നിൽക്കരുത്. ഇത് വ്യക്തമായി ഹിക്മത്തിലൂടെ അല്ലാഹു തആല കൈകാര്യം ചെയ്യാൻ. 1. 2, ഒരു റോൾ മോഡൽ മുമ്പിലുണ്ടായി ഒരു നേതൃത്വം വളർന്നു വരുമ്പോൾ അതത്ര വലിയ സംഭവമായി പലരും കാണൂല. അത് ആ ഉസ്താദ് നിശ്ചയനല്ലേ. ഉദാഹരണം പറയാ, സഖാഫികളാകുന്ന ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? അതൊക്കെ AP ഉസ്താദിന്റെ പവറാ, ഉസ്താദ് കൊടുത്ത ഇജാസത്താ, ഉസ്താദ് കൊടുത്ത കോച്ചിങ്. അല്ലാഹു ദീർഘായുസ്സും കൊടുക്കട്ടെ. നമുക്കത് അഭിമാനമാണ്. ഓരോരുത്തരും അങ്ങനെയാണ്. ഉദാഹരണം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അദ്ദേഹം നല്ലൊരു യാത്ര നടത്തി. ഇപ്പം കേരളത്തെ ഇളക്കി മറിച്ച് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതസ്ഥരും പലരും പറഞ്ഞ ഡയലോഗുണ്ട്, ആ ബാപ്പന്റെ മകൻ എന്നെട്ടോ, ആ ബാപ്പന്റെ മകനാണ് എന്ന് അബ്ദുൽ ഹക്കീം അസ്ഹരിയെ കുറിച്ച് AP ഉസ്താദിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ്. എന്തേ? ഒരു റോൾ മോഡൽ മുമ്പിൽ ഉണ്ട്. ഇങ്ങനെ നല്ല ഒരു കോച്ചിങ് കൊടുക്കുന്ന ഒരു ഗുരുവിന്റെ ശിഷ്യനായി വളർന്നു വരുമ്പോൾ അത് ആ ഗുരു കൊടുത്തിരിക്കുന്ന കോച്ചിങ് ആണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഹബീബായ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റോൾ മോഡൽ ഇല്ല, ഉണ്ടാകരുത്. അങ്ങനെ ഒരു കോച്ചിങ് കൊടുത്ത ഒരാൾ ഇല്ല, ഉണ്ടാകരുത്. റസൂലുള്ളാഹിനെ തർബിയത്ത് ചെയ്ത മുറബ്ബിയ ശൈഖ് ഇല്ല, ഉണ്ടാകരുത്. അള്ളാഹിന്റെ ഹബീബിന് ആ രീതിയിൽ പരിഗണിക്കേണ്ട ഒരാൾ മുമ്പിൽ ഇല്ല, ഉണ്ടാകരുത്. എല്ലാം അല്ലാഹു നേരിട്ടാണ്. അല്ലാഹു തആല നേരിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പയില്ലാത്തത്, ഉമ്മയില്ലാത്തത്, ഉടപ്പിറപ്പിയങ്ങളില്ലാത്തത് അത് കുറവല്ല, അത് ന്യൂനതയല്ല, മറിച്ച് പൂർണ്ണതയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കമാലിയത്താണ്. 1.
രണ്ട് ഭാവിയിൽ സമൂഹത്തെ നയിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ബാക്കിയുള്ള നേതൃത്വത്തെ പോലെയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ രംഗത്തും നേതൃത്വം വഹിക്കണം. എങ്കിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അള്ളാന്റെ ഹബീബ് അറിയണം. അത് പഠിച്ചറിഞ്ഞാൽ പോരാ. ടെക്സ്റ്റുകൾ വായിച്ചുകൊണ്ട് ഡോക്ടറേറ്റ് എടുക്കുന്നവരുണ്ട്, അല്ല. അതേസമയം പ്രാക്ടിക്കൽ തലത്തിൽ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കണം. ഹബീബ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഉമ്മയില്ലാത്ത വിഷമം. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ഉപ്പയില്ലാത്ത വിഷമം. റസൂലുള്ളാഹി തങ്ങൾ അനുഭവിക്കുന്നു ഉപ്പയും ഉമ്മയും ഇല്ലാതെ പൂർണ്ണ യതീമാകുമ്പോൾ ഉണ്ടാകുന്ന അനാഥത്വം. ആ റസൂലുള്ളാഹി തങ്ങൾ അനാഥകൾക്ക് സ്ഥാനം കൊടുക്കും, അബലകൾക്ക് സ്ഥാനം കൊടുക്കും, അഗതികൾക്ക് സ്ഥാനം കൊടുക്കും. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാം നോക്ക് നിങ്ങൾ, മറ്റു മതത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും വലിയ സ്ഥാനം അനാഥ സംരക്ഷണത്തിന് കൊടുത്തില്ലേ? അല്ലേ? ഹബീബ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഹദീസിൽ കാണാം, മൻ ലമ്മ യതീമൻ ബൈന മുസ്ലിമൈനി ഫീ തുആമിഹി വശറാബിഹി ഹത്താ യസ്തഗ്നി അൻഹു വജബത് ലഹുൽ ജന്ന. സദഖ റസൂലുള്ളാഹി. ഉപ്പയില്ലാത്തൊരു യതീമിനെ, ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ രണ്ടാളുകൾക്കിടയിൽ നിന്ന് എടുത്തു പോറ്റി വളർത്തി ആ കുഞ്ഞിനെ ഒരു എൻഡിലെത്തിച്ചാൽ അവൻ സ്വർഗം നിർബന്ധമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കിക്കോ നിങ്ങൾ, ഏത് മതമാണ് ഈ രൂപത്തിൽ പഠിപ്പിച്ചത്? എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കിയിൽ പിന്നെ പറഞ്ഞു, വമൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ സുമ്മ ലം യബർറഹുമാ ദഖലന്നാർ. ഈ യതീമിന് ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ബാപ്പയും ഉമ്മയും ഉള്ളവർ ചിന്തിക്കണം. ഒരു ഭാഗത്ത് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത യതീമിനെ പോറ്റി വളർത്തിയിട്ട് ഒരു എൻഡിലെത്തിച്ചാൽ അവന് സ്വർഗമാണ് റസൂലുള്ളാഹിന്റെ ഓഫർ. മറിച്ച് ഈ ഉപ്പയും ഉമ്മയും എന്ന അനുഗ്രഹം ലഭിച്ചു ഒരാൾക്ക്, പക്ഷെ അവർക്ക് ഗുണം ചെയ്തില്ല. നേരത്തെ ഇവിടെ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ബ്ലാങ്ക് ചെക്ക് കൊടുത്തുകൊണ്ട് എഴുതിയെടുത്തോളൂ, ഞങ്ങൾ ലണ്ടനിലാണ്, ഞങ്ങൾ UAE-യിലാണ്, ഞങ്ങൾ UK-യിലാണ്, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി നിങ്ങളെ ചേർക്കണം, സുഖമായി ഫീസ് ഞാൻ അടക്കാം. ഇല്ല, ബാധ്യത തീരൂല. ഭൗതികമായി പണത്തിന്റെ കെട്ടുകൾ ഉണ്ടാക്കി വെച്ച് അതിന്മേൽ കടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ശേഷിയുടെ റൂം ഫിറ്റാക്കി കൊടുത്ത് ഫുഡിന് വേണ്ടി അയൽവക്കക്കാൻ ഏൽപ്പിച്ചാൽ ബാധ്യത തീരൂല. ശാരീരികമായി എടുക്കേണ്ട ഖിദ്മത്തുകളുണ്ട്, മാനസികമായി കൊടുക്കേണ്ട സമാധാനമുണ്ട്, വിഷമിക്കുമ്പോൾ ഓതേണ്ട സാന്ത്വനത്തിന്റെ വാക്കുകൾ ഉണ്ട്. എന്റെ പുതിയ തലമുറയോട് പറയുന്നു, നമ്മുടെ ഉപ്പമാർക്ക് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ചാൻസ് ഉള്ളവർ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സ്വർഗം ഉമ്മയുടെ കാൽ കീഴിലാണ്, നമ്മുടെ സ്വർഗം ഉപ്പയുടെ മനസ്സിലാണ്. ഉപ്പയുടെ പൊരുത്തം, ഉമ്മയുടെ ഗുരുത്വം, പൊരുത്തം അത് വാങ്ങാൻ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി പറയുന്നു, ദഖലന്നാർ, പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നരകത്തിലാണ്. ഇനി നോക്കിക്കോ നിങ്ങൾ, റസൂലുള്ളാഹി പഠിപ്പിച്ചത്, മൻ ഖബല യതീമൻ, ആരെങ്കിലും ഒരു യതീമിനെ സ്വീകരിച്ചാൽ, ബൈന മുസ്ലിമൈനി ഇലാ തുആമിഹി വശറാബിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക്, അവന്റെ വസ്ത്രത്തിലേക്ക്, അവന്റെ വെള്ളത്തിലേക്ക് ഒരു യതീമിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന അൽബത്ത, തീർച്ച, ഡൗട്ടില്ല, സംശയമേ ഇല്ല. യതീം മക്കളെ സംരക്ഷിക്കുന്നവൻ സുഖലോക സ്വർഗത്തിലാണ്. ഇല്ല അയ്യഅമല ദംബൻ ലാ യുഗ്ഫർ, പുറത്തു കിട്ടാത്ത തെറ്റ് ചെയ്തവൻ ഒഴികെ കള്ള എല്ലാ കുറ്റങ്ങളും ചെയ്തു, സബിലും വികാത്തും ചെയ്തു, എന്നിട്ട് യതീംഖാനയിലേക്ക് ഒരു കരി കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഏതെങ്കിലും ഒരു കുട്ടിയുടെ കഫാലത്ത് മർക്കസിൽ നിന്നോ അതിൽ നിന്നോ ഒക്കെ 25,000 ഏറ്റെടുത്താൽ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടും കഴിഞ്ഞില്ല. അതേസമയത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ഇല്ല അയ്യഅമല ദംബൻ ലാ യുഗ്ഫർ, പൊരുത്തപ്പെടാത്ത, അല്ലാഹു തആല തൃപ്തിപ്പെടാത്ത വൻകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ യതീമിനെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കിക്കോ നിങ്ങൾ, മൻ ആല സലാസത്തൻ മിനൽ ഐതാം, 3 യതീം കുട്ടികളെ ഒരാൾക്ക് കഫാരത്തേൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, മർക്കസിലും മഅദിലും ഒക്കെ 5ഉം 10ഉം യതീം മക്കൾ കഫാരത്തേൽക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മളെ സ്ഥാപനത്തുണ്ട് 10-14 യതീം കുട്ടികൾ, 2 എണ്ണത്തിന് കഫാരത്തുണ്ട്. അത് ഏറ്റവർക്ക് വലിയ ബർക്കത്ത്
കൊടുക്കട്ടെ. അവർക്ക് ഈ പറഞ്ഞ മുത്ത് റസൂലുള്ള പഠിപ്പിച്ച ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. 3 യതീം മക്കളെ ആരെങ്കിലും ഏറ്റെടുത്താൽ കാന കമൻ ഖാമ ലൈലഹു വസ്വാമ നഹാറുഹു വഗദാ വറാഗ ശാകിറൻ സൈഫഹു ഫീ സബീലില്ലാഹ്. രാത്രി മുഴുവനും നിസ്കാരമാണ്, പകൽ മുഴുവനും നോമ്പാണ്, ഉരുപ്പിടിച്ച വാളുമായി ധർമ്മ സമരത്തിന് തിന്മകളെ തിരുത്താൻ സന്നദ്ധനാണ്. ഈ ഒരു ധീരയോദ്ധാവിന്റെ പുണ്യം 3 യതീം കുട്ടികളെ ഏറ്റെടുത്തവനുണ്ട് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. മുത്തു നബി തങ്ങൾ യതീമിന്റെ വിഷമം അനുഭവത്തിലൂടെ അറിഞ്ഞു. അല്ലാഹു തആല ആ യതീമിന് വലിയ സ്ഥാനം കൊടുക്കാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മതം കൊടുത്തു. എത്രത്തോളം നിങ്ങൾക്കറിയോ? നമ്മൾ ഇരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഒരു യതീം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി പറയാ മാ ഖഅദ യതീമുൻ മഅ ഖൗമിൻ അലാ ഖസ്അതിഹിം ഫയഖറബ ഖസ്അതുഹും ശൈത്താൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തളിക അതിലേക്ക് ഒരു യതീമിനെ കൂട്ടിയിരുത്താൻ കഴിഞ്ഞാൽ ആ പരിസരത്ത് ശൈത്താൻ പോലും വരില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ? റസൂലുള്ളാഹി കാരണമുള്ള സ്ഥാനമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ യതീമായതുകൊണ്ട് ഇന്നുള്ള യതീമക്കൾക്ക് പോലും വലിയ അനുഗ്രഹം, വലിയ പുണ്യം, വലിയ സ്ഥാനം, വലിയ കാരുണ്യം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇത് യതീംഖാനക്ക് മാത്രമല്ല, ഇതുപോലെ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല. ഇന്ന അഹബ്ബൽ ബുയൂത്തി ഇലല്ലാഹ്. ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് ബൈത്തുൻ, ഒരു വീടാണ്. ഫീഹി യതീമുൻ മുക്റമുൻ. ആദരിക്കപ്പെടുന്ന ഒരു യതീം. ഒരു യതീമിന് ആദരവ് കൊടുത്തുകൊണ്ട് ഒരു പുരയിൽ, ഒരു വീട്ടിൽ ഒരു യതീമുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുക, അല്ലാഹു തആല വീടിന് വലിയ പുണ്യം കൊടുത്തിട്ടുണ്ട്. മറിച്ച് അവഗണിച്ച് തള്ളി വാപ്പയില്ലാത്ത കുട്ടിയെന്ന് മനസ്സിലാക്കി വല്ല വേദനിപ്പിക്കലും ചെയ്താൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുന്നാര അലിയാരെ വിളിച്ചു. നേരത്തെ സി ഉസ്താദ് പ്രതിപാദിച്ചല്ലോ. അലിയാരെ ഞങ്ങൾ വിളിച്ചിട്ട് പറയാ, അലി ഇദാ ബക്കൽ യതീമു ഇഹ്തസ്സൽ അർശു. നോക്ക് നിങ്ങൾ, ഒരു യതീം എങ്ങാനും കരഞ്ഞാൽ, നമ്മൾ വാപ്പയും ഉമ്മയുള്ള ആൾക്കാരെ മക്കള് കുട്ടികൾ പറഞ്ഞ അത്ര വിഷമമല്ല. യതീം കുട്ടികൾ എങ്ങാനും കരയാൻ ഇടയായാൽ ഇഹ്തസ്സൽ അർശു, അർശ് കിടുകിടുക്കും, അർശ് വറക്കും. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല പറയും, യാ ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബ് യതീമായതുകൊണ്ട് യതീമക്കൾക്ക് വന്നൊരു പവർ നോക്ക് നിങ്ങൾ. ജിബ്രീലിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാ, യാ ജിബ്രീൽ വസ്ഉ ഫിന്നാരി മൗളിഅൻ ലിമൻ നബ്കാ. എന്റെ യതീം കുട്ടിയെ കരയിപ്പിച്ച ആൾക്ക് വേണ്ടി നരകത്തിൽ പ്രത്യേകമായ സീറ്റ് വിശാലമായി ഒരുക്കിക്കോ. ഫഇന്നി മുബ്കീഹ്, ഞാൻ അവനെ കരയിപ്പിക്കും. നോക്ക് നിങ്ങൾ, യതീമക്കൾക്ക് കൊടുത്ത സ്ഥാനം എത്രയാ? യതീമക്കളെ സന്തോഷിപ്പിച്ച് വയറു നിറയെ ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, രോഗം വരുമ്പോൾ ചികിത്സിച്ച്, വിദ്യാഭ്യാസം കൊടുത്ത് ആരാണോ ചിരിപ്പിക്കുന്നത്, ആരാണോ സന്തോഷിപ്പിക്കുന്നത്, ഞാൻ അവനെ സന്തോഷിപ്പിക്കും. അല്ലാഹ് ജിബ്രീലിനോട് പറയാ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 10,000-ലേറെ യതീമുകൾ. ആ യതീമുകളെ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെറുക്കിയെടുത്ത് ദുരന്ത ഭൂമികളിൽ നിന്ന് ഗവൺമെന്റിന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നിടത്ത് പൂപുഞ്ചിരി തൂകി തന്റെ ട്രൂപ്പർ വണ്ടിയുമായി ചെന്ന്, അംബാസഡറുമായി ചെന്ന് ഒരു കാലത്ത് കൈനീട്ടി സ്വീകരിച്ച് മർക്കസിന്റെ വിശാലമായ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് ആ കൊച്ചുകുട്ടികളെ പോറ്റി വളർത്തി സമുദായത്തിന് ഭാരമാകുമായിരുന്നില്ല, യാചകന്മാരാകുമായി മാറുമായിരുന്ന, വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ വ്യാപൃതാകുമായിരുന്ന അവരെ പിടിച്ചു കൊണ്ടുവന്ന് ടെലസ്കോപ്പ് വെച്ച ഡോക്ടർമാരാക്കി മാറ്റിയ, എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റിയ, എംപ്ലോയീസ് ആക്കി മാറ്റിയ, ഹാഫിളുകളാക്കി മാറ്റിയ, പണ്ഡിതരാക്കി മാറ്റിയ ശൈഖുനാ ഖമറുസ്സമാൻ, ഖാഇദുസ്സമാൻ, സുൽത്താനുൽ ഹിന്ദ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എത്രയാണ് പുണ്യം!
എത്രയാണ് അതിന്റെ പുണ്യം. താൽക്കാലികം 1-2 കുട്ടികളെ പഠിപ്പിച്ച് SLCയും കഴിഞ്ഞ് ഇനി ഗോ ബാക്ക്, നിങ്ങൾക്ക് പോകാം, ഏതെങ്കിലും ജീപ്പിന്റെ ക്ലീനർ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ പണ്ടാരിയാകാം, എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് വല്ല കൂലിപ്പണി എടുത്ത് കഴിയാം എന്നല്ല. അഭിരുചി അനുസരിച്ച്, സന്ദർഭമനുസരിച്ച്, ബുദ്ധി അനുസരിച്ച്, പരിസ്ഥിതി അനുസരിച്ച് ആകാവുന്ന അന്നവും ആഹാരവും അറിവും ബോധവും അവബോധവും ഉപജീവനവും നൽകിയ അവരെ കൈപിടിച്ചു വരുത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ്സു കൊടുക്കണേ അല്ലാ. 10,000-ലേറെ പണ്ഡിതന്മാരോടുകൂടെ 10,000-ലേറെ യതീമക്കളെ പോറ്റുമ്പോ അവിടെയാണ് ആ മഹാവ്യക്തിത്വത്തെ നമ്മൾ കാത്തിരിക്കുന്നതിന്റെ പ്രസക്തി വരുന്നത്. നമ്മളെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല, പക്ഷെ കഴിഞ്ഞവരെ കൂടെ കൂടിയാൽ അതുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലോ അല്ലാഹു നമ്മെ 2 ലോകത്തും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നോക്കിക്കോ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യതീമക്കളുടെ സ്ഥാനം എത്രയാണ്. ഇത് നമ്മുടെ ഉമ്മത്തിന് മാത്രമല്ല. ദാവൂദ് നബി അലൈഹിസ്സലാം, ഞാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ ഈ ഭാഗം ഒന്ന് വിശദമായി പറയാൻ കാരണം അത്രയ്ക്ക് വലിയ ആളായിട്ട് ഇങ്ങനെയൊക്കെ വലിയ റസൂലുള്ളാഹിനെ അല്ലാഹുക്ക് ഭയങ്കര മഹബത്തായിട്ട് എന്താ യതീമാക്കിയത് എന്നൊരു ചോദ്യം ലിബറികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അദാപിക ബോധമില്ലാത്തവർ, ഡീപ്പായി റസൂലുള്ളാഹിനെ പഠിക്കാത്തവർ, റസൂലുള്ളാഹിയുടെ ബഹുഭാര്യത്വത്തെ എതിർക്കുന്നത് പോലെ, ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ലിംഗ വ്യത്യാസം പോലെ, ബുദ്ധി വ്യത്യാസം പോലെ പലതിലും വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ പഴഞ്ചൊത്തമായി ചിത്രീകരിക്കുന്ന ബുദ്ധി കുറഞ്ഞ, വിവേകം കുറഞ്ഞ, വികാരം മാത്രമുള്ള ആളുകൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നീട്ടി പരത്തി സമയമെടുത്താലും ആ വിഷയം പറയുന്നത് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അല്ലാഹു ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ നബി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു ഉപദേശമുണ്ട്. എന്താണ് ഉപദേശം? കുൽ ലിൽ യതീമി കൽ അബിർ റഹീം. ഓ മിസ്റ്റർ ദാവൂദ് നബി, യതീം അത് ഇക്കാലത്ത് മാത്രം പ്രതിഭാസമല്ല, എല്ലാ കാലത്തും അതുണ്ടാകും. പക്ഷേ അവരെ പരിഗണിക്കണം. മുത്തറസൂൽ അടിവരയിട്ടതാണ്. ദാവൂദ് നബിയോട് അല്ലാഹു പറയുന്നത് കൽ അബിർ റഹീം, നല്ലൊരു കാരുണ്യവാനായ വാപ്പയെ പോലെ. ഗൗരവമുള്ള വാപ്പമാരുണ്ട്, മക്കളെ മൈൻഡ് ചെയ്യാത്ത വാപ്പമാരുണ്ട്. അങ്ങനെയല്ല, കരുണ കാണിക്കുന്ന വാപ്പമാരെ പോലെയാകണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഅലം, മിസ്റ്റർ ദാവൂദ് നബി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അന്നക കമാ തസ്റഉ കദാലിക തഹ്സുദ്. എന്താണോ വിതക്കുന്നത് അതായിരിക്കും നിങ്ങൾ കൊയ്യുക. നിങ്ങൾ വിതക്കുന്നതാണ് കൊയ്യുക. നിങ്ങൾ കുഴിച്ചിടുന്നത് മാവും തയ്യാണെങ്കിൽ അതിൽ മാങ്ങയുണ്ടാകും, കുഴിച്ചിടുന്നത് പ്ലാത്തയ്യാണെങ്കിൽ അതിൽ ചക്കയുണ്ടാകും, കുഴിച്ചിടുന്നത് കാഞ്ഞിരമാണെങ്കിൽ കഴിക്കുന്ന കാഞ്ഞിരക്കായ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉപദേശം ശ്രദ്ധിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തിയാൽ അത്രയും പുണ്യമാണ്. അതിന്റെ ബാക്കി പിന്നെ പറഞ്ഞത് വാലം അന്നൽ മർഅത്ത സ്വാലിഹത ലിസൗജിഹാ കൽ മലിക്കിൽ മുതവജ്ജി ബിദ്ഹാം. നല്ലൊരു സ്വാലിഹത്തായ ഭാര്യ, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഒരു നല്ല മനുഷ്യന് അനുയോജ്യയായ സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയാൽ സ്വർണത്തിന്റെ കിരീടം വെച്ച ഒരു ഭരണാധിയെ പോലെയാണ്. അത് വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കും. വൽ മർഅത്തു സൂഉ ലിബഅലിഹാ കൽ ഹംലി ثഖീൽ ലിശ്ശൈഖിൽ കബീർ. വളരെ പ്രായം ചെന്ന് സ്വന്തം തന്നെ നടക്കാൻ കഴിയില്ല ഒരു വയസ്സിന്, അയാളെ തലയിലേക്ക് ഒരു കിൻഡലിന് ചാക്കും കൂടെ ഇട്ടുകൊടുത്താലോ ഇതുപോലെയാകും ചീത്ത സ്വഭാവമുള്ള ഭാര്യയെ ഒരു മനുഷ്യന് ലഭിച്ചാൽ. ഇത് ദാവൂദ് നബിയോട് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. അല്ലാഹു ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അല്ലാഹുവിനോട് തിരിച്ചു ചോദിച്ചു, ഇലാഹി മാ ജസാഉ മൻ അഹ്സന ഇലൽ യതീമി വൽ അർമിലതി ഇബ്തിഗാഅ മർളാതിക്. യതീം കുട്ടികളെയും ഈ യതീം കുട്ടികളുടെ മാതാക്കളുണ്ട്, പലരും യതീഖാനകൾ നടത്തും, കുട്ടികളെ ശ്രദ്ധിക്കും. പക്ഷെ ഒരു വേള ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെയോ അതിനേക്കാളോ കെയർ ചെയ്യേണ്ടവരാണ്
അവരെ ഉമ്മമാർ, ഭർത്താവ് മരണപ്പെട്ട വിധവകൾ. ഇവിടെ അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാ ചോദിക്കുന്നത്. അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി ജസാഉഹു അൻ ഉളില്ലഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. ഭർത്താവില്ലാത്ത ഒരു ഭാര്യക്ക് ഒരാൾ തണൽ വിരിച്ചു, വിധവ പെൻഷൻ കൊടുത്തു, വിധവയെ കണ്ടറിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പെരുന്നാൾ ഡ്രസ് എടുക്കുമ്പോൾ ആ സമയത്ത് ചിന്തിക്കുന്നു, എന്റെ അയൽപക്കത്തൊരു വിധവയുണ്ട്, എന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പെരുന്നാളിന് അവളും പുതിയതുടുക്കുമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, അവൾക്കും ഡ്രസ് എടുത്തോട്ടെ. രണ്ടുപേർക്കും ഡ്രസ് എടുക്കുക, ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയുക. ഇതാണ് അവിടെയും ബഹുമാനപ്പെട്ട ഉസ്താദ് മർകസ് നമുക്ക് മാതൃകയാവുകയാണ്. ഈ യതീം ഖാനിലെ കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികളെ ഉമ്മമാരേറ്റെടുത്ത് പെരുന്നാളിന്റെ ഡ്രസ്സുകൾ കൊടുത്ത്, ആവശ്യമായ മരുന്നുകൾ കൊടുത്ത്, സാന്ത്വനങ്ങൾ കൊടുത്തവരെ പോറ്റുമ്പോ സുബ്ഹാനല്ലാഹ് എന്തേ അവർക്ക് തണൽ വിരിക്കുകയാണ്. എത്തിയ മക്കൾക്ക് തണൽ വിരിക്കാൻ, ഈ എത്തിയ മക്കള് ഉമ്മമാർക്ക് തണൽ വിരിക്കാൻ. ആ തണൽ വിരിക്കുമ്പോൾ നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത മഹ്ശറയിൽ പുൽക്കൊടിയുടെ തണൽ കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചല്ല, അത്യാഗ്രഹിച്ചു നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് തണൽ വിരിക്കും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇടയ്ക്ക് വെച്ച് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല, വിഷയം ഇങ്ങനെ പറഞ്ഞു കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പറയാം. നമ്മളെ സ്ഥാപനത്തിലുണ്ട് 14 യതീം കുട്ടികൾ. പക്ഷെ പിരിവിന് പോകുന്ന നമ്മുടെ ഓർഗനൈസർമാരോടൊക്കെ ഞാൻ പറയാറുള്ളത്, യതീം ഖാനിന്റെ പേര് പറഞ്ഞ് പിരിക്കരുത്, യതീം കുട്ടികളുടെ പേര് പറഞ്ഞിട്ടും പിരിക്കരുത് എന്നാണ്. കാരണം അതൊരു പക്ഷേ യതീം ഖാനാന്ന് പറയുമ്പോൾ വല്യമ്മാനം കൊടുത്താൽ ആ ഭക്ഷണം മുത്താലിങ്ങൾക്കും മാഫിലിങ്ങൾക്കും ഹലാലല്ലാതെയായിട്ട് മാറും. പ്രത്യേകം ചോദിച്ചാൽ മാത്രം അവർക്കുള്ളത് ചെലവഴിക്കാം. അങ്ങനെ നമ്മൾ പോറ്റുന്ന 14 യതീം മക്കളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ വേറെ എഴുതി വെച്ചതനുസരിച്ച് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഇപ്പോൾ പെൻഡിങ്ങിലാണ്, കടബാധ്യതയിലാണ്. കേൾക്കുന്ന ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അങ്ങനെ യതീം മക്കളെ പോറ്റിയ കൂലി, യതീമർക്ക് വിദ്യാഭ്യാസം കൊടുത്ത കൂലി, അവർക്ക് തണൽ വിരിച്ച കൂലി അഭിലഷിക്കുന്നുവെങ്കിൽ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ അത് നൽകിയാൽ, കൗണ്ടർ നൽകിയാലോ എന്നെ ഏൽപ്പിച്ചാലോ അത് ആ വഴിക്ക് മാത്രം ചിലവഴിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നാം പഠിപ്പിക്കുന്ന യതീം മക്കളൊക്കെ നേരത്തെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതുപോലെ 2 ലോകത്തും ഉപകാരപ്പെടുന്നവരാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നാളെ ഇപ്പറഞ്ഞ മഹ്ശറയിലെ തണല് അല്ലാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. അല്ലാഹു തആല വാഗ്ദാനം ചെയ്യാൻ കൽപ്പിച്ചതനുസരിച്ച് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ് സ്വർഗം. യതീം മക്കളെ പരിപാലിക്കുന്നവർക്ക് അല്ലാഹു നമുക്ക് തരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോവാൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു, മാമിൻ മുസ്ലിമിൻ യകൂലു ലഹു സലാസു ബനാത്തിൻ. 3 പെൺമക്കളുണ്ട്. ആ പെൺമക്കളെ പോറ്റി വളർത്തിയാൽ അവർക്കുള്ള കൂലി നരകത്തിനെ തൊട്ട് അവർക്ക് മറയാണ് ശഫീഉനാ റസൂലുള്ളാഹി. 1-2 കൂടെ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞത് പറയാൻ കാരണം, ഈ കൂലിയൊക്കെ പറയുമ്പോൾ അതൊക്കെ പുറമക്കാർക്കുള്ളതാ, സ്ഥാപനം നടത്തുന്ന ആളുകൾക്കുള്ളതാ. ഈ യതീം മക്കളെ പോറ്റുന്ന എളാപ്പി മൂത്താപ്പി ഒക്കെ ഉണ്ട്. അതിലൊക്കത്തെ ഒരു ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, മക്കൾക്ക് ചെലവെടുക്കുന്ന ആരാണ്? മൂത്താപ്പിയാണ്. അല്ലെങ്കിൽ ഉമ്മ പോറ്റി വളർത്തുകയാണ്. ആ ഉമ്മക്കുള്ള കൂലി റസൂലുള്ളാഹി പറയാ, അന വംറഅത്തുൻ. റസൂലുള്ളാഹി പറയാണ്, ഞാനും ഒരു പെണ്ണും കഹാതൈനി യൗമൽ ഖിയാമ. ഭർത്താക്കന്മാര് മരിച്ച വിധവകളായ പെണ്ണുങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അബിശിരി, സന്തോഷിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഒരു പെണ്ണ്, ഞാനും ഒരു പെണ്ണും ആഖിറത്ത് നാൾ വരുമ്പോൾ കഹാതൈനി യൗമൽ ഖിയാമ. മുത്ത് റസൂലുള്ളാഹി പറയുന്നത്, ഈ 2 വിരലും ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ട് ഇപ്രകാരം ആ പെണ്ണും ഞാനും അടുത്തായിരിക്കും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാൻ വിരലുകളെ ചേർത്ത് പിടിച്ചു. അൽ ഉസ്താവ സബ്ബാബ, ഞാനും അതുകൊണ്ടാണ് ചേർത്ത് പിടിച്ചത്. അതാണ് അതിന്റെ
സ്വഹാബത്തിന്റെ പാരമ്പര്യം. ആ തരം ഹദീസുകൾ അങ്ങനെയാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. റസൂലുള്ള ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഇംറഅത്തുൻ ആമത്ത് മിൻ സൗജിഹാ ദാതു മൻസിബിൻ വജമാൽ. നല്ല തറവാടിത്തമുള്ള പെണ്ണാണ്, നല്ല ഭംഗിയുള്ള പെണ്ണാണ്. പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. മരിച്ചപ്പോൾ ഹബസത്ത് നഫ്സഹാ അലാ ഐതാമിഹാ. രണ്ടാമത്തെ കല്യാണം വന്നു. 4 കുട്ടികളെ മാതാവാണ്, 3 കുട്ടികളെ മാതാവാണ്. കല്യാണം രണ്ടാമതും വന്നപ്പോ പറഞ്ഞു, കല്യാണത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, എന്നെ മറ്റൊരു ഭർത്താവ് കല്യാണം കഴിച്ചാൽ എന്റെ മക്കൾ ബുദ്ധിമുട്ടായി പോകും, എന്റെ മക്കളുടെ ഭാവി തകരാറാകും, അതുകൊണ്ട് ഞാൻ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഉമ്മമാരെ, അങ്ങനെ എത്രയോ വിധവകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു ഈ ആനുകൂല്യം എത്തിച്ചു കൊടുക്കട്ടെ. സന്തോഷിച്ചോളൂ. നിങ്ങൾക്കുള്ള വലിയ ഓഫർ, മെഗാ ഓഫർ മുത്ത് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് മാഷൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നാണ് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരിൽ അത്തരത്തിലുള്ളവർക്ക് അല്ലാഹു അതിന് സൗഭാഗ്യം നൽകട്ടെ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറയാ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൻ യഫ്തഹു ബാബൽ ജന്ന. സ്വർഗത്തിന്റെ വാതില് ആദ്യമായി തുറക്കുന്ന ആള് ഞാനാ. സ്വർഗത്തിന്റെ വാതില് ആദ്യമായി തുറക്കുന്ന ആള് ഞാനാ. ഇല്ല അന്നി അറംറഅതൻ തുബാദിറുനി. ഞാൻ ഒരു പ്രാവശ്യം സ്വർഗത്തിന്റെ ഡോറിങ്ങോട്ട് തുറന്ന് ഞാൻ അങ്ങോട്ട് കയറി നോക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു പെണ്ണിങ്ങനെ പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇമാം ഹാഫിദ് മുൻദിരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ വന്നിട്ട് സിദ്ദീഖുൽ സദസ്സിൽ പറഞ്ഞു, ഇന്നലെ ഞാൻ സ്വർഗത്തിലൂടെ യാത്ര ചെയ്തു. സ്വർഗത്തോട് യാത്ര ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഒരു ചെരുപ്പിന്റെ ശബ്ദം എന്റെ മുമ്പിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനും ആലോചിച്ചു പോയി, പടച്ചോനെ, സ്വർഗത്തിൽ എന്റെ മുമ്പിലൂടെ ചെരുപ്പിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കി നടക്കുന്നത് ആരാ? ഞാനിങ്ങനെ ഒന്ന് സ്പീഡ് കൂട്ടി പോയി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ബിലാലുള്ള സദസ്സിനാ റസൂലുള്ളാഹി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാവർക്കും അത്ഭുതം. വിളിച്ചിട്ട് ചോദിച്ചു, യാ ബിലാൽ, എന്താണ് ഇത്രമാത്രം കാര്യമായ അമല് നിങ്ങൾ ചെയ്തത്? ബിലാൽ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ ചെയ്യാത്ത, ഉൽ ഫാറൂഖ് ചെയ്യാത്ത അങ്ങനത്തെ പ്രത്യേക അമലൊന്നും എനിക്കില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഒതു മുറിയുമ്പോഴൊക്കെ ഞാൻ ഒതു പുതുക്കും. എപ്പോൾ ഒതു എടുത്താലും ഞാൻ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, മതി. ആ ഒരൊറ്റ സൽക്കർമ്മത്തിന്റെ കാരണത്താൽ എന്റെ മുമ്പിൽ നിങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഷഫീഉനാ റസൂലുള്ളാഹി. ചില ചെറിയ അമലുകളുടെയൊക്കെ പുണ്യം എത്രയറിയും നിങ്ങൾ? ഇവിടെ റസൂലുള്ളാഹി പറയാ, ഞാൻ സ്വർഗം ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ സ്വർഗത്തില് മാലക്കി, എന്തേ പനക്ക് നിന്റെ ഉമ്പച്ചി സ്വർഗത്തിലോ എന്തേപ്പതെന്ന് ചോദിച്ചു. വമൻ അന്തി, ആരാണ് ഈ എന്ന് ചോദിച്ചു. ഉമ്മമാരെ കേട്ടോ, ആ സമയത്ത് ആ പെണ്ണ് പറയും, ഞാനേ ഒരു വലിയത്തായ പെണ്ണൊന്നുമല്ല, നഫീസത്തുൽ മിസ്രിയൊന്നുമല്ല, റാബിയത്തുൽ അദവിയൊന്നുമല്ല, ഹൻസ ബീവിയല്ല, ഖദീജ ബീവിയല്ല, മാഷിത്ത ബീവിയല്ല, ആസിയ ബീവിയല്ല, ഫാത്തിമ ബീവിയൊന്നുമല്ല. പിന്നെ ആരാണ് ഞാന്? എന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോ 2 or 3 യതീം മക്കളെ എന്നെ ഏൽപ്പിച്ചു. പിന്നീട് എന്റെ ജീവിതം ആ മക്കൾക്ക് വേണ്ടിയാണ്. അരയും തലയും മുറുക്കി ഞാൻ അധ്വാനിച്ചു. ആ മക്കൾ ഞാൻ പോറ്റി വളർത്തി. ഈ ഒരൊറ്റ സൽക്കർമ്മം കാരണം റസൂലുള്ളാഹി പറയുന്നു, ഈ യതീം മക്കളെ പോറ്റിയ ഉമ്മക്ക്, ആ ഉമ്മക്ക് മുത്ത് റസൂലുള്ളാഹി ഓപ്പണാക്കുന്ന സ്വർഗത്തിൽ തങ്ങളുടെ ഫ്രണ്ട് മുമ്പിൽ പ്രവേശനം. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിക്കോ നിങ്ങൾ, فوجدك يتيما فآواه ألم يجدك يتيما فآواه. അപ്പൊ റസൂലുള്ളാഹിന്റെ യതീം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതൊരുപാട് ആളുകൾക്ക് കാരുണ്യമാണ്, ഒരുപാട് ആളുകൾക്ക് പുരോഗതിയാണ്. ഇരിക്കട്ടെ, റസൂലുള്ളാഹി 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോ തന്റെ മകനാകുന്ന അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ പോവുകയാണ്,
എന്റെ പൊന്നാര മോൻ മുത്ത് ഈ മുഹമ്മദിനെ നല്ലപോലെ നോക്കണം, നല്ല വസിയത്ത് ചെയ്യാൻ. ഒരുപാട് മക്കളുണ്ട്. നേരത്തെ ശീസ്ത പ്രസംഗിച്ചോ പറഞ്ഞല്ലോ, അബ്ദുൽ മുത്തലിബ് കുറെ മക്കളുണ്ട്. ആ മക്കളെ കൂട്ടത്തിന്ന് അബൂ ത്വാലിബിനെ തന്നെ എന്ത് ഏൽപ്പിക്കാൻ കാരണോ, അബ്ദുൽ മുത്തലിബിന്റെ പല ഭാര്യമാരിലുമാണ് പല മക്കളുള്ളത്. അതിൽ മരിച്ച റസൂലുള്ളാഹിന്റെ ബാപ്പയാകുന്ന അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, ആ ഉമ്മ തന്നെയാണ് അബൂ ത്വാലിബിന്റെ ഉമ്മ. അപ്പൊ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരനാണ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബിനെ തന്നെ അള്ളാഹിന്റെ റസൂലിനെ ഏൽപ്പിക്കാൻ അബ്ദുൽ മുത്തലിബ് തെരഞ്ഞെടുക്കുന്നത്. ഈ ഉപ്പ ഏൽപ്പിച്ചങ്ങ് പോയപ്പോ അബൂ ത്വാലിബ് വല്ലാതെ പരിഗണിച്ചു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ. എത്രത്തോളം ചോദിച്ചാൽ ഞാൻ ഇബാറത്തൊന്നും വായിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണോ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കൂടെ വേണം. എപ്പോ ഉറങ്ങണോ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കൂടെ വേണം. അഥവാ തന്റെ മറ്റുള്ള മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് വെക്കുക, അബൂ ത്വാലിബ് പറയും ഐന മുഹമ്മദ്, എവിടെ ഐ നബിനി, എന്റെ മോനെവിടെ, മോൻ വരട്ടെ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അതാ സി ഉസ്താദ് പറഞ്ഞത് ശ്രദ്ധിച്ചോ. അബൂ ത്വാലിബ് നേതാവാണ്, പക്ഷെ ആള് ദരിദ്രനായിരുന്നു. മക്കള് കുറെ ഉണ്ട്, പക്ഷെ പോറ്റാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറയണത് കരുതിയ സമയമല്ല. അള്ളാന്റെ റസൂൽ ആട് മേക്കാൻ പോയ രംഗുണ്ട്, റസൂലിന്റെ കച്ചവടത്തിന് പോയ രംഗുണ്ട്. അതൊക്കെ പോയത് വെറുതെ അല്ല. നേരത്തെ പറഞ്ഞല്ലോ ഒരാളുടെ ഏറ്റെടുത്തു റസൂലുള്ളാഹിന് അല്ലേ, ഒരു മകനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ അബൂ ത്വാലിബ് എടുത്തു എന്നിട്ട് വിഷമം പറഞ്ഞിട്ടുണ്ട്. അബൂ ത്വാലിബ് ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, മോനെ എന്താ ചെയ്യാ, ഭക്ഷണം നേതാവൊക്കെ തന്നെയാണ്, ആളുകളെ നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ കേളിക്ക് നായാട്ടും കൂട്ടാൻ മത്തന്തലി എന്ന് നമ്മളെ മലപ്പുറത്താർക്ക് ഒരു ചൊല്ലുണ്ട്. ഇതാണ് അബൂ ത്വാലിബ്. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബിന്റെ വീട്ടിൽ പലപ്പോഴും തികച്ച ഭക്ഷണം ഉണ്ടാകൂല. പക്ഷെ ചരിത്രം പറയാണേ, അള്ളാന്റെ ഹബീബാകുന്ന റസൂലുള്ളാഹി തങ്ങളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആദ്യം മുത്തനബിയോട് കഴിക്കാൻ പറയും. എന്നാ എന്താ അറിയോ, എത്ര ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിലും എല്ലാവർക്കും വയറ് നിറയും. ആഹാ നോക്കിക്കോങ്ങള്, എത്ര ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വയറ് നിറയും. എന്നാലും കൊടുത്ത അത്ര പിന്നെയും ബാക്കിയാണ്. പാല് കുടിക്കുകയാണെങ്കിൽ അബൂ ത്വാലിബ് സ്വന്തം മക്കൾക്ക് ആദ്യം കൊടുക്കൂല, കൊടുത്ത ഒരാൾ വലിച്ചുടിക്കുമ്പോഴേക്ക് അതാണ് തീരും, പിന്നെ ഉണ്ടാകൂല. അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങളാകുന്ന കുട്ടിക്ക് കൊടുത്താൽ ആ വേണ്ടുവോളം കുടിച്ച ശേഷം അടുത്ത ആൾ കൊടുത്ത പാല് പിന്നെയും ബാക്കി. വമിനൽ യസീരി സഖാവഅതു അമജൈശഹു ഹത്തക്തഫം വയസീറുഹു ലം യംഫദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീ. നോക്കിക്കോ നിങ്ങൾ, ഈ ഒരു ബറക്കത്ത് ഇതാണ് നേരത്തെ പറഞ്ഞ യതീം മക്കളെ പോറ്റുന്ന ആൾക്കാർക്കും അല്ലാഹ് ബറക്കത്ത് കൊടുക്കും. മർക്കസിലും ആദ്യം തുടങ്ങിയ എങ്ങനെയാണല്ലോ, പിന്നെ ശരീഅത്ത് പോലെ, പിന്നെ ബാക്കിയുള്ളത്, അതൊരു ബറക്കത്താ. അള്ളാന്റെ റസൂലിന്റെ തന്നെ ബറക്കത്ത്, യതീമാകുമ്പോൾ എക്സ്ട്രാ ബറക്കത്ത്. അതുകൊണ്ട് യതീം മക്കളെ കഫാലത്ത് വലിയ പുണ്യം കൊടുത്തു. അബൂ ത്വാലിബ് ഏറ്റെടുക്കുകയാണ്. കൂട്ടത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ സംഭവം അബൂ ത്വാലിബിന്റെ കാലത്തുണ്ടായി. മഴയില്ലാതെ ജനങ്ങൾ വിഷമിച്ചു. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇപ്പൊ മഴയത്തേടെ നിസ്കാരം ഔലിയാക്കന്മാരെ തവസ്സുലാക്കി തവസ്സുൽ ബൈത്ത് ചെല്ലല് ഇതൊന്നും ഇപ്പൊ തുടങ്ങിയ ഏർപ്പാടല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ കൊല്ലങ്ങളോളം ആദം നബി ദ്വാർന്നില്ലേ, നിങ്ങൾ വളരെ കേട്ടിട്ടില്ലേ? ആദം നബി സുജൂദിൽ കടന്ന് കരഞ്ഞ് ആ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ആ ഒഴുകിയ ചാലിൽ നിന്ന് പക്ഷികൾ വെള്ളം കുടിച്ച് ദാഹം തീർത്തിരുന്നു. എത്രയാണ് ആ കരച്ചിൽ. എന്നിട്ട് തൗബ സ്വീകരിച്ചോ. അതേ സമയത്ത് ആ റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കിയിട്ട് ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബ് പുറത്തു തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് ചോദിച്ചല്ലേ, കൈഫ അറഫ്ത മുഹമ്മദ വലം മഖ്ലുഖുഹു, ഞാൻ ഇതുവരെ പടക്കാത്ത മുഹമ്മദിനെ എങ്ങനെ നിങ്ങൾക്ക് തിരിഞ്ഞത്? അപ്പൊ ആദം നബി പറഞ്ഞ എന്താണ്, പടച്ചോനെ ഇന്നെ സൃഷ്ടിച്ചു, എനിക്ക് റൂഹ് ഊതി, ഞാൻ കണ്ണിങ്ങനെ തുറന്നു, റൂഹ് അങ്ങനെ ഊതി വരുന്ന സമയത്ത് കയ്യും കാലും ഇളക്കാനായിട്ടില്ല. പക്ഷെ റൂഹ് ഇങ്ങനെ കിട്ടിയപ്പോ കണ്ണ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോ അർശിന്റെ അപ്പുറത്തപ്പുറത്തെ എഴുത്ത് ഞാൻ കണ്ടു, അല്ലാഹു മുഹമ്മദ്.
അതാണ് ഇപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിരുന്ന അള്ളാഹും മുഹമ്മദും. അതാണ് നമ്മളെ സിറ്റ് ഔട്ട് കാണുന്ന അള്ളാഹും മുഹമ്മദും. അതാണ് ഓട്ടോറിക്ഷ തൂക്കിയിട്ട് അള്ളാഹും മുഹമ്മദും. അതൊന്നും ചില ആൾക്കാർക്ക് അലർജിയാ. അല്ല മതി മുഹമ്മദ് വേണ്ട, എന്നിട്ട് അത് വായിച്ചു കളിയാ. ഇത് എവിടുന്നാണ് വന്നതെന്ന് അറിയണ്ടേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ നിന്റെ ശറഫാക്കപ്പെട്ട പേരിനോടുകൂടെ നീ ഒരു പേര് എഴുതി വെക്കണമെങ്കിൽ അത്രയും വലിയ ബന്ധം നിങ്ങൾ തമ്മിലുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്തതാണ്. അല്ല പറഞ്ഞു, കറക്റ്റ് ആൻസറാ. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യ. ഞാൻ പുറത്തു തന്നു. നിങ്ങൾ ഇത് ആദം നബിയുടെ കാലം മുതലേ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അബൂ താലിബിന്റെ നിർത്താനായിക്കണോ? ഫുള്ളേതാവില്ല ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ, ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അബൂ താലിബിന്റെ കാലഘട്ടത്തിലും വന്നു. ആകെ വിഷമിച്ചു ആളുകള്. അപ്പൊ ബാപ്പ അബ്ദുൽ മുത്തലിബ് ചെയ്തൊരു പണിയുണ്ട്. ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. അബൂ താലിബ് റസൂലുള്ളാഹിനെ വിളിച്ചു. ആ റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ടുപോയി കഅബയുടെ അവിടെ ചാരിയിട്ട് അവിടെ നിർത്തി. എന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥന. നോക്കിക്കോ നിങ്ങള്, അവിടെ വെച്ചിട്ട് അബൂ താലിബ് പാടി, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ട് പരിസരത്തെവിടെയുമില്ലാത്ത കാർമേഘപാളികൾ കുമിഞ്ഞുകൂടിയിട്ട് മഴ പെയ്ത അനുഭവം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, മഴ വേണമെന്ന്. ആ റസൂലുള്ളാഹി തങ്ങൾ ഔദ്യോഗികമായി പ്രവാചകത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഖുറൈശികൾ ചോദിച്ചിട്ട് മഴ പെയ്തെങ്കിൽ തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഖാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദീരിയാ അല്ലാഹ് സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമുക്കെന്തേ ചോദിച്ചൂടെ? കിട്ടൂലേ? കിട്ടിയിട്ടില്ലേ? അല്ലാഹ് എത്തിച്ചിരുമാറാവട്ടെ. ഇത് സമൂഹത്തിന്റെ ആവശ്യം. അബൂ താലിബ് എന്നെ പറയാ, ഞാൻ ഒരു പ്രാവശ്യം ഒരു ചെറിയ സ്ഥലത്ത് പോയി ചെന്ന് എത്തിപ്പെട്ടു. മരുഭൂമിയിലാണ്. വലിയ ദാഹം, നല്ല ദാഹം വന്നു. അപ്പൊ ഈ കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോഴേക്ക് 8-10 വയസ്സായിട്ടുള്ള നോക്കണം നിങ്ങൾ. 40 നിബുവത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ആ കുട്ടിപ്രായം, ആ പ്രായത്തിൽ എനിക്ക് വല്ലാതെ ദാഹം വന്നു. അങ്ങനെ ദാഹം വന്നപ്പോൾ ഞാൻ എന്താ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 10 വയസ്സായ കുട്ടിയോട് ദാഹിക്കുന്നു പറഞ്ഞിട്ട് എവിടുന്ന് കൊണ്ടുവന്നരാനാ കുട്ടി? പക്ഷേ മോനെ, ഉപ്പാക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഇത് പറഞ്ഞാല് ഉപ്പ എന്താ ഞാൻ ചെയ്യാ? ഒരു പൊറുതിയോട് കാട്ടും, ഇത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം വെള്ളം കിട്ടൂലെന്ന് എനിക്കറിയാം. എന്നാലുണ്ടല്ലോ നമുക്ക് വേദന വരുമ്പോ അടുത്തതിനോട് എടാ വല്ലാത്ത വേദനടാ എന്ന് പറയുമ്പോ എന്താ ഓ പറഞ്ഞുകൊണ്ട് ഞമ്മക്ക് വേദന കുറയോ? എന്നാലും സങ്കടം പറഞ്ഞു തീർത്ത പകുതി കുറയും. ഇനിയുള്ള സൈക്കോളജിക്കൽ വശം. അബൂ താലിബ് പറയാണ്, ഞാന് എന്റെ പൊന്നു മോനോട് പറഞ്ഞു, മോനെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ആ സമയത്ത് അബൂ താലിബ് പറയാണ്, തന്റെ ഊരകൊന്ന് നേരെയാക്കിയ കുട്ടിയിരുന്നു. മൂത്താപ്പാനോട് ചോദിക്കുന്നു, യാ അമ്മി അതസ്ത, ഒരു കാര്യം പറയണ്, ദാഹണ്ടോ? ദാഹിക്കുന്നുണ്ടോ? അതസ്ത, എനിക്ക് ദാഹണ്ടോ? അതേ മോനെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹ് കുഞ്ഞുനാളിലെ മുത്തുനബിയാണ്. സാധാരണ മനുഷ്യനല്ല, കേവലം നവോത്ഥാന നായകനല്ല, അമിനാന്റെ പൊന്നുമോൻ വാക്കിൽ ഒതുക്കേണ്ട വ്യക്തിത്വമല്ല, അബ്ദുല്ലാന്റെ പൊന്നുമോൻ എന്ന വ്യക്തിത്വം ഒതുക്കേണ്ട വ്യക്തിത്വമല്ല, അസാധാരണക്കാരനാണ്. അള്ളാഹു പരിപാലിച്ച വ്യക്തിത്വമാണ്. അള്ളാഹു കഫാലത്ത് ഡയറക്റ്റ് ഏറ്റെടുത്തതാണ്. അലം യജിദ്ക യതീമൻ ഫആവാ. അഗതി മന്ദിരങ്ങളിലല്ല, യതീം ഖാനകളിലല്ല, ഓർഫനേജുകളിലല്ല. ഈ പ്രപഞ്ചത്തിന് റാസിഖ് ആരാണോ, പ്രപഞ്ചത്തിന്റെ ഖാലിഖ് ആരാണോ, ഈ പ്രപഞ്ചത്തിന് സംവിധാനിച്ച സംവിധായകൻ ആരാണോ, അവനാണ്
പടച്ച തമ്പുരാൻ അവൻ നേരിട്ട് ഏറ്റെടുത്തതാണ്. മുത്തപ്പ ദാഹിക്കുന്നുണ്ടോ? ദാഹിക്കുന്നു. തന്റെ കാല് കൊണ്ടൊന്നും ഇങ്ങോട്ട് ചികില് കാണിച്ചിട്ടേ ഉള്ളൂ. പുന്നാന റസൂലുള്ളാഹിന്റെ കാല് കൊണ്ടൊന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. വെള്ളം ഉറവ് പടഞ്ഞു വന്നു. ഫഖാല ഇശ്റബ് ഫശരിബ്തു. അബൂ താലിബ് അത്ഭുതം പറയാ, കുടിക്കാൻ പറയാൻ കുടിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ ഉപ്പു റസൂൽ കേട്ടവർക്ക് ഇത് അത്ഭുതം ഉണ്ടാവൂല. എന്തേ കാരണം? അബ്ദുൽ മുത്തലിബും സംസം കുടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം വന്നപ്പോ അത് നിങ്ങൾക്ക് മാത്രമല്ല അവകാശം, ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഒന്നായിട്ട് ഒന്നിലെ മക്കാര് അവിടെ അല്ലേ അബ്ദുൽ മുത്തലിബ് ഖേദിച്ചിട്ട് എനിക്കങ്ങനെ ഇപ്പൊ താമക്കുണ്ടായ കാണിച്ചെന്നിനെയാണ് ഇല്ലാത്തോണ്ടല്ലത്. എന്നിട്ടാണ് നേർച്ച വെച്ചത് അല്ലേ? എനിക്കെങ്ങാനും 10 ആൺകുട്ടി ഉണ്ടായാൽ ഒന്നിന് അറുക്കുറബേ ഞാന് എന്ന് നേർച്ചതല്ലേ? ആ നേർച്ചയാണല്ലോ അബ്ദുള്ളാക്ക് നറുക്ക് വീണത്. നാളെയൊക്കെ മറന്നോ? ആ നേർച്ചയാണ് അബ്ദുള്ളാക്ക് നറുക്ക് വീണത്. പക്ഷെ ആ നറുക്ക് വീണപ്പോഴാണ് കുടുംബം വിഷമിച്ചത്. അതിന്റെ പരിഹാരം കണ്ടത് പിന്നെ ഒട്ടകത്തിന് അർത്ഥല 100 ഒട്ടകത്തിന്. അതുകൊണ്ടാ ദബീഹുല്ല. ഇസ്മായിൽ നബിക്ക് പേരുള്ള ദബീഹുല്ല. മറന്നോങ്ങള്? പണ്ടത്തെ കിസ്സല ചോദ്യമാണ്. അതേ റസൂലുള്ളാഹിക്ക് ഇബ്നു ദബീഹുല്ല എന്റെ അബ്ദുള്ളാക്ക് കിട്ടിയതാണ്. ഈ അനുഭവം വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മരുഭൂമിയിൽ കൂടെ പോകുമ്പോ എങ്ങനെ തർക്കം തീർന്നത്? അബ്ദുൽ മുത്തലിബ് യാത്ര ചെയ്ത ഒട്ടകത്തിന്റെ കാലിന്റെ കുളമ്പിൽ നിന്ന് മറ്റൊരു സംസം അല്ലേ, സംസം പേരിട്ടിട്ടില്ല, അങ്ങനെയല്ലേ തിരിച്ചു വന്നത്. എങ്കിൽ ആ ബാപ്പാന്റെ മോനാണ് അബൂ ത്വാലിബ്. ആ കഴിവ് മുഴുവനും ലഭിക്കാൻ കാരണം റസൂലുള്ളാഹിന്റെ ജീനുള്ളത് കൊണ്ടാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കയറുന്നു, തിരിക്കുന്നു, വരുന്നു. ഇത് ഖുർആനിൽ വേറെയുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. നിങ്ങൾ സ്ഥലത്തിന് ഒമാനിൽ പോയി നോക്കണം. ഒമാനിൽ പോയി നോക്കി അവിടെ ഉണ്ട് കിണറിപ്പോഴും. ഏതാണത്? ബഹുമാനപ്പെട്ട നബിയുള്ളാഹി അയ്യൂബ് അലൈഹിസ്സലാം 18 കൊല്ലം രോഗത്തിൽ വിഷമിച്ചു. 18 കൊല്ലം ഒരു നബിക്ക് രോഗം. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, എല്ലാ ഒറ്റ ദിക്റും മുടക്കൂല, ഇടവണ്ണത്തെ സ്ഥലത്തും മുടക്കൂല, മഅദീനത്തും എളങ്കൂർത്തും മുടക്കൂല. അങ്ങനത്തെ മനുഷ്യരാ. എത്ര മുലേറ്റിയൊക്കെ ചെലവെടുക്കണമെന്ന് അറിയോ? ഇപ്പൊ ഇന്നലെ നമ്മളിവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ചെലവൊരു തക്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 23 കൊല്ലക്കാലമായി അൽഹംദുലില്ലാ അൽഫലാഹിന്റെ മുത്താലിമീങ്ങൾക്കും ആഫലീങ്ങൾക്കും ഭക്ഷണം കൊടുത്ത എല്ലാ പെരക്കാരും മൊത്തത്തിലും വിളിച്ചു. അതേപോലെ തന്നെ ഉസ്താദുമാർക്കൊക്കെ അട്ടിപ്പാത്രം കൊണ്ടുവരുന്ന നമ്മുടെ പരിസരത്തെ പഞ്ചായത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അവരും വിളിച്ചു. എന്നിട്ട് തക്കാരാണ് കൊടുത്തുന്നേരെ. അല്ലാഹ് കബൂലാക്കട്ടെ. ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞു, ഞാൻ 3 കുട്ടിയൊക്കെ ചെലവെടുക്കണ വീട്, 2 കുട്ടിയൊക്കെ ചെലവെടുക്കണ വീട്. ഇവിടെ ഫൈസുസ്താദിൻ്റെ ഒക്കെ 2ഉം 3ഉം കുട്ടിയൊക്കെ. എന്നാൽ തന്നെ പരാതി എന്താ, തിന്നണില്ല എന്നാ, അല്ലാതെ 3-5 പകയൂല എന്നുള്ളതല്ല. അതെല്ലാം ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ ഈ രീതിയിൽ സ്വാഭാവികമായും ഭക്ഷണം കൊടുക്കുന്ന ആൾക്ക് സൽക്കാരം കൊടുക്കും. ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ വെള്ളത്തിനെ പറ്റി പറയുമ്പം അത് പാരമ്പര്യം ഉണ്ടെന്ന് പറയാനാ പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 18 കൊല്ലം രോഗമാകുമ്പം ഈ കോലത്തിലൊക്കെ നന്മ ചെയ്തിട്ട് ഒരാൾക്ക് അസുഖം വന്നാൽ എന്താണാവല്ലേ? എത്ര നല്ല ചെയ്തിട്ടെന്താ ബേജാറാണ്ട. ആ നല്ലത് ചെയ്യണതൊന്നും നമുക്ക് ഇവിടെ കിട്ടാനല്ല, അല്ലാഹ് പരലോകത്തേക്ക് വെച്ചാ. ചില ആൾക്കാർക്ക് അമ്മ കണ്ട് സംഘടനക്കും വേണ്ടി നല്ലോണം വണ്ടിപ്പാഞ്ഞിട്ടും ബാപ്പ മരിച്ചിട്ട് ഹരീതങ്ങൾ ബാപ്പ ഒന്നുമില്ല, അല്ലെങ്കിൽ മറ്റേ പേരുസ്ഥാനം വെച്ചിട്ട് കിട്ടിയില്ല, ഞാൻ ബൈക്കന്നല്ല. നമ്മൾ വണ്ടിപ്പോയത് അതിനു വേണ്ടിയാണോ? നമ്മൾ ഓട്ടം നമുക്ക് ആഹത്ത് കിട്ടാനല്ലേ? അവിടെയാണ് ഇഖ്ലാസ് നോക്കേണ്ടത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പരീക്ഷിക്കും അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അഫ്ദൽ അമലാന്നൊന്നും കൂടി അല്ല പറഞ്ഞ്, അയ്യുക്കും അഹ്സനു അമലാ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ അൽഫലാഹിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സംഘടനക്ക് വേണ്ടി പോയനുണ്ട്. എന്റെ വാപ്പ മരിച്ചപ്പോ ആരും വന്നില്ല, ഉമ്മ മരിച്ചപ്പോൾ വന്നില്ല, എന്നാ പിടിച്ച രാജിക്കത്ത് എനിക്ക് പോയി എന്നല്ലാതെ. അപ്പൊ ഞാൻ പ്രവർത്തിച്ചത് എന്റെ വാപ്പ മരിച്ച വരാൻ വേണ്ടിയാന്നല്ല വന്ന്, എന്റെ കല്യാണത്തിന് വരാൻ വേണ്ടിയാന്നല്ല വന്ന്. നോ, അത് വേറെ.
അത് മാനുഷിക പരിഗണനയിൽ തങ്ങൾക്ക് വല്ലതും ഉണ്ടായ ഞാൻ അറിയണം, എനിക്കുണ്ടായ തങ്ങൾ അറിയണം, അങ്ങനെ പറയണം, അസുസ്ഥാത അറിയണം, അങ്ങോട്ട്. അത് മാനുഷിക പരിഗണനയാണ്. അള്ളാഹുവൊക്കെ നിലനിർത്തി തരട്ടെ. ഇൻ കേസ് വല്ലതും കിട്ടാതിരുന്നാൽ അതിന്റെ പേര് സംഘടനയെ പഴിക്കരുത്, സ്ഥാപനത്തെ പഴിക്കരുത്. അൽഫലാഹിലേക്ക് എല്ലാ മാസം ഒരു ചാക്ക് അരി കൊടുക്കുകയാണ്, എല്ലാ ദിക്കും വരികയാണ്. എന്തോ ഒരു വിഷമം വന്നപ്പോ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല, ഉണ്ടാവൂലേ? ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ ചില സ്ഥലത്ത് മരണങ്ങളുണ്ട്, കല്യാണങ്ങളുണ്ട്. പോകാൻ ഇവിടുത്തെ ആൾക്കാർക്ക് കഴിയോ? ഇവിടെ രീതിയിലല്ലേ. നാളെ നടക്കുന്നുണ്ട്, പോകാൻ കഴിയോ? ഞാൻ അൽഫലാക്ക് അരി തരൂല എന്ന് പറഞ്ഞാൽ അടുത്ത് കിട്ടുന്ന ആചാരം നോക്കും, തന്നീരും ആർക്കും ഇത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വേണ്ടത്. അതാണ് ഹിസാൻ. ഭൗതികമായി എന്തെങ്കിലും കിട്ടാത്തതിന്റെ പേര് കാണിക്കാനല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം നബിയാണ്. 18 കൊല്ലം അല്ലാഹു തആല പരീക്ഷിച്ചു. അവസാനം അയ്യൂബ് നബിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നോക്കി നിങ്ങൾ നബിയല്ലേ, ഞാൻ നിർത്തുകയാണേ, അള്ളഹാനോട് ചോദിച്ചാല് നിങ്ങൾക്ക് ഉത്തരം കിട്ടൂലേ, എന്തിനാ അങ്ങനത്തെ കഷ്ടപ്പെടുന്നത്? അപ്പൊ അയ്യൂബ് നബി കൊടുത്ത മറുപടി എന്താ അറിയോ? അല്ല, 10-20 കൊല്ലം 18 കൊല്ലല്ലേ ഇപ്പൊ രോഗമായിട്ടുള്ളൂ, നമ്മൾ 10-60 കൊല്ലം സുഖമായിട്ട് ജീവിച്ചില്ലേ, എന്നിട്ട് 18 കൊല്ലം നമ്മൾക്ക് പൊറുതേട് കാട്ടാണോ? അപ്പൊ അള്ളാഹ്ക്ക് തീർപ്പതിയായി. അല്ല പറഞ്ഞു, അയ്യോ നിങ്ങളെ കാലുകൊണ്ടെന്ന ചവിട്ടിക്കളി, ഒരൊറ്റ ചവിട്ടി അവിടെ പൊന്തി വന്നു വെള്ളം, ശുദ്ധമായ കുളം. എന്നിട്ട് കുളിക്കാൻ പറഞ്ഞു. ആ കുളത്തിൽ മുങ്ങി കുളിച്ചതോടുകൂടെ അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു വന്നു. ആ കുളം ഇപ്പോഴുണ്ട് ഒമാനില്. നമുക്ക് പോയാൽ കുളിക്കാം. 1 തവണ കുളിക്കാൻ ഭാഗ്യം കിട്ടി. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതെന്തിന് പറഞ്ഞു നിങ്ങള്? അബൂ ത്വാലിബിന് ദാഹജലാവശ്യമായിട്ട് വന്നപ്പോ അള്ളാന്റെ റസൂൽ വെള്ളം കൊടുത്തു എന്ന് പറയുമ്പോ അതൊക്കെ ഖുറാഫാത്താ, അതൊക്കെ പാളക്കിത്താബ എന്ന് പറഞ്ഞ് തള്ളണ്ടാം. ചരിത്രത്തിൽ ഇതിന് പിൻബലമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചുരുക്കുന്നു. 10 കഴിഞ്ഞ് 12ാമത്തെ വയസ്സിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് അബൂ ത്വാലിബ് തൽക്കാലം മക്കത്ത് നിർത്തിയിട്ട് കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ വാഹനങ്ങളൊക്കെ തയ്യാറാക്കി ഒറ്റപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് പൊന്നാര മോനോടൊന്ന് യാത്ര പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട മുത്തനബി പൊട്ടിയാണ് കരഞ്ഞു. കുട്ടിയല്ലേ, 12 വയസ്സാ. അപ്പല്ല ഉമ്മല്ല, വല്ലിപ്പിയും പോയി. പിന്നെ മൂത്താപ്പ കടക്കടങ്ങി മൂത്താപ്പ വേണം, ഭക്ഷണം കഴിക്കാൻ മൂത്താപ്പ വേണം, അങ്ങാടിക്കിറങ്ങാൻ മൂത്താപ്പ വേണം. ആ മൂത്താപ്പ പോവാണ്. താൽക്കാലികാണ്, താൽക്കാലിക 1 മാസത്തോ 2 മാസത്തിലുള്ള പോക്ക. ഇതിങ്ങനെ പോയപ്പോൾ ല്ലാത്തൊരു ചോദ്യം, എന്തപ്പാ എന്റെ മൂത്താപ്പ എന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ എവിടേക്കായി പോണത്? സുബ്ഹാനല്ലാഹ്. സമയം ഉണ്ടെങ്കിൽ ഞാൻ പാടിത്തരാ. അബൂ താലിബിന്റെ ഒരു 10-40 വരെയുള്ള ബെയ്ത്ത് പാടുന്നുണ്ട്. എന്റെ പൊന്നാരമോൻ പിരിഞ്ഞിട്ടില്ല, ഞാൻ എവിടുന്ന് പിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇങ്ങോട്ട് വന്നപ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം അബൂ താലിബ് കെട്ടിപ്പിടിച്ചു. പിഞ്ചു കുട്ടിയല്ലേ, ഞാൻ വിടൂല, നിങ്ങൾ എങ്ങനെ എന്നെ വിട്ടുപോവുക? അബൂ താലിബ് സങ്കടം തോന്നി. അള്ളാന്റെ തീരുമാനാണ്. അള്ളാന്റെ ഹബീബാകുന്ന കുഞ്ഞു മോനെ അബൂ താലിബ് വാഹനപ്പുറത്ത് കയറ്റി. അങ്ങനെ അങ്ങനെ പോയി കുറെ അങ്ങോട്ട് എത്തിയപ്പോ അവിടെ ഒരു സത്രം, ഒരു സത്രണ്ട്. സത്രം പഴയ കാലത്തൊക്കെ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ അത്താണി പോലെ തന്നെ അത്താഴം കൊടുക്കുന്ന സ്ഥലം, സത്രം. അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ആ സത്രം നടത്തുന്ന, ഇന്നത്തെ ബേസിൽ പറഞ്ഞ റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ്, ഈ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ഒരു പുരോഹിതനാ. ആ കുട്ടിനെ, 12 വയസ്സുള്ള കുട്ടീനെ കണ്ടപ്പോഴേക്ക് ലേശക്കുർ വേദം പഠിച്ച ആളാ. കണ്ടപ്പോഴേക്ക് നിങ്ങള് ഈ കുട്ടി ഇങ്ങോട്ട് എന്താ ബന്ധോന്ന് വെച്ചു. അബൂ താലിബ് സ്വാഭാവികമായിട്ടും ഇബിനിന്റെ മകനാണ്. ഇങ്ങനെയുള്ളപ്പോ നമ്മൾ ചിലപ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ എളപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കൾ 5 മക്കൾ എന്റെ കൂടെ ചിലപ്പോൾ മുത്താലിമീങ്ങൾ ചിലപ്പോൾ പോരുമ്പോ ചില ആൾക്കാർ കേൾക്കലുണ്ട്, ഇത് മോനാ, ചിലപ്പോ മോനാന്ന് പറയും. നമ്മള് വളർത്തു പോകാനാണല്ലോ, 5-8 കൊല്ലം നമ്മൾ വളർത്തുന്ന മോനല്ലേ. പിന്നെ ചിലപ്പോൾ വിശദമായി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. ഇവിടെ അബൂ താലിബിന്റെ കൂടെ ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, ആരാതെന്ന് വെച്ചു. ഇബിനീന്ന് പറഞ്ഞു. അപ്പൊ ആ പുരോഹിതൻ പറഞ്ഞു, നിങ്ങളെ മകനാകാൻ സാധ്യതയില്ലല്ലോ. ഈ കുട്ടിനെ കണ്ടാല് ബാപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. കണ്ടങ്ങള് ഇതൊരു കേവലം സാധാരണ മനുഷ്യൻ എങ്ങനെ നമ്മൾ പറയാ?
ബുദ്ധിയുള്ളവര് പറയോ? റസൂലിനെ പറ്റി പഠിച്ച ആൾക്കാർ പറയോ? ആരാ ഈ പറഞ്ഞ മാപ്പിള ജാതിയല്ല, ക്രിസ്തു മത പഠിച്ച ആൾക്കാരാണ് പറയുന്നത്. കുട്ടിക്ക് വാപ്പ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും കാണില്ല. അപ്പൊ അബൂ ത്വാലിബ് എന്നെ കേട്ടിട്ട് ചോദിച്ചു, ലിമ, എന്തുകൊണ്ട് ചോദിച്ചു. കാല പറഞ്ഞു, ആ കുട്ടിന്റെ മുഖം ഒരു നബിന്റെ മുഖാണ്, ആ കുട്ടിന്റെ കണ്ണ് ഒരു നബിന്റെ കണ്ണാണ്. അപ്പൊ അബൂ താലിബിന് അത്ഭുതം. അബൂ താലിബ് ചോദിച്ചു, വമൻ നബിയു, നബി പറഞ്ഞ എന്താന്ന് ചോദിച്ചു. കാരണം ഈസാ നബി വന്നിട്ട് പിന്നെ നബി വന്നിട്ടില്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിക്കണ്, ഒരുപാട് ഗ്യാപ്പാടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മുത്ത റസൂല വരുന്നത്. വമൻ നബിയു, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ, എന്താ നബി എന്ന് വെച്ച്. കാലല്ലദീ കാല, അപ്പൊ ആ ആള് പറഞ്ഞു, അല്ലദീ യൂഹാ ഇലൈഹി മിനസ് സമാഅ ഫയുംബിഉ അഹ്ലൽ അർള്. അതായത് ആകാശത്തുനിന്ന് വഹി ഇങ്ങനെ വരും, അള്ളാന്റെ അടുത്തുനിന്ന് മെസ്സേജ് ഇങ്ങനെ വരും, അത് പൊതുജനങ്ങളോട് മൂപ്പര് പറയും. ഇതാണ് നബി. ഒറ്റ വാക്കിൽ മൂപ്പർക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞത്, ഇതാണ് നബിയ. അപ്പോ അബൂ താലിബ് പറഞ്ഞു, അല്ലാഹു അജൽ ബിമാ തഖൂൽ, എനിക്കതൊന്നും അറിയില്ലോട്ടിയേ. എന്താ ഈ പറഞ്ഞാൽ ഉണ്ടേക്കും, എനിക്കതൊന്നും അറിയില്ല. നാളെ വർത്താനത്തിലെ അല്ലാഹു അജൽ ബിമാ തഖൂൽ, ഈ അറിയണത് അള്ളാഹ്ക്ക് അറിയാം, എനിക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു പറയുങ്ങള്? കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും മുന്നോട്ട് പോയി. ആ പോണ പോക്ക് ഇയാൾ പറഞ്ഞു, യഹൂദ്, ഞാന് നസ്രാനിയാണ്, ക്രൈസ്തവനാണ്, ജൂതന്മാരെ കരുതണം കേട്ടോ. ഈ കുട്ടിയും ജൂതന്മാരുമായി യോജിക്കൂല, ജൂതന്മാരെ കരുതണോന്ന്. അങ്ങനെ അന്നത്തെ ദിവസം പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത സത്രത്തിലെത്തി. നോക്കണത് ഒറ്റപ്പെട്ട റയർ കേസല്ല, ഇടക്കിടക്ക് വരുവാണ് അടുത്ത സത്രം. ആ സത്രത്തിലെത്തിയപ്പോൾ ഇതേപോലെ കുട്ടിയെ സൂക്ഷിച്ചു നോക്കി, മഹാദുൽ ഉലാം, സെയിം ചോദ്യം, ഇബ്നി, എന്റെ മകൻ, രണ്ടാമത്തെ ആളും. അപ്പൊ അബൂ താലിബിന് വീണ്ടും അത്ഭുതം, എന്തേന്ന് വെച്ച്. ഇതേ സെയിം മറുപടി ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്. അബൂ താലിബ് പ്രതികരണം, അല്ലാഹു അജല്ല ബിമാ തഖൂൽ, നിങ്ങൾ പറയണത് അള്ളാഹ്ക്കറിയാം, എനിക്കറിയില്ലേക്കുന്നാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് അബൂ താലിബ്, രണ്ടിട്ട് അനുഭവം വന്നല്ലോ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അബൂ താലിബ്, അലാ തസ്മഉ മാ യഖൂലുൻ, ഈ കേൾക്കണില്ലേ ഇവര് ഈ പറയണതൊക്കെ? എന്താ ഇപ്പത് കഥ? ആരോട്? കുട്ടിനോട്. ഈ 12 വയസ്സായ കുട്ടിനോട് പോയിക്കാണ് ഇവരൊക്കെ പറഞ്ഞ് പുരോഹിതന്മാര് പറഞ്ഞ് കേൾക്കണില്ലേ, എന്താ കഥ? കാല ആ 12 വയസ്സായ കുട്ടി പറഞ്ഞു, ഐ അമ്മി, എന്റെ മൂത്താപ്പ, ലാ തുൻകിർ ലില്ലാഹി ഖുദ്റ, ലാ തുൻകിർ ലില്ലാഹി ഖുദ്റ, നിങ്ങളത് നിഷേധിക്കൊന്നും വേണ്ട. എന്തേ? കാരണം അള്ളാഹ് കഴിഞ്ഞ അതിന്റെ അപ്പുറമൊക്കെ കഴിവുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്തും. യാത്ര മുന്നോട്ട് പോയി, ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ബുസ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാൽ അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ അവിടെ അറിയപ്പെട്ട് പുരോഹിതനുണ്ട്. നമ്മുടെ മദ്രസയൊക്കെ പഠിച്ചെന്ന് ആ കഥ പഠിച്ചതാണ്. ബഹീറ, അയാളുടെ പേരെല്ലാവർക്കും അറിയാം. അദ്ദേഹം അവിടെ അറിയപ്പെട്ട ക്രിസ്തുമത പുരോഹിതനാണ്. ആ പുരോഹിതൻ ഇങ്ങനെ വേദങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ സൂചന കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ ഹദീസ് ഓതിക്കൊടുക്കുമ്പോ ഒരു വിശാലമായ ഹദീസാ. ഇപ്പോഴത്തെ വഖഫ് ഭൂമി കയ്യേറ്റത്തിനെ കുറിച്ച്, ഇപ്പോഴത്തെ കോടതിയിലെ അന്യായ വിധിയെ കുറിച്ച്, ഇപ്പോഴത്തെ ബാങ്ക് കൊള്ളയെ കുറിച്ച്, ബാങ്കിലേക്ക് പോകുന്ന വസ്തുക്കളെ കൊള്ളയടിക്കുന്നതിനെ കുറിച്ച്, ഡൽഹിയിലെ മലിനീകരണത്തെ കുറിച്ച് നോക്കിക്കോങ്ങള്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തും അല്ലാത്തടത്തും നടക്കുന്ന ഫലസ്തീനിലെ അതുപോലെ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ യുദ്ധങ്ങളെ കുറിച്ചടക്കം ഈ വിശാലമായ ഹദീസാണ്. ഇനി സൽസലത്ത്, ഖസ്ഫ്, മസ്ഖ് ഒക്കെ വരാൻ പോവുകയാണ് എല്ലാം. അപ്പൊ ഇന്ന് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും അള്ളാന്റെ ഹബീബ് കാലയെ കൂട്ടി പറഞ്ഞതാണല്ലോ എന്ന് മിഷ്കാത്ത് ഓതി കൊടുക്കുമ്പോ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യാസകൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബുഖാരി ഓതുമ്പോ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ആദ്യം അർത്ഥം വെക്കുന്നുണ്ട്. ഇതുപോലെ ക്രിസ്തുമതം പഠിച്ച ബഹീറ, ആ ബഹീറ അങ്ങനെ ബൈബിളിലൂടെ പോകുമ്പോ ഒരു നബി വരാൻ സമയമായിട്ടുണ്ട്.
അതിന്റെ ലക്ഷ്യം ഇന്നതൊക്കെയാണ് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ മട്ടുപ്പാലിൽ നിൽക്കുമ്പോഴാണ് മേഘം ഇങ്ങനെ പോണത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് മരുഭൂമിയിൽ കൂടെ സംഘം ഇങ്ങനെ വരുന്നത്. യാ റബ്ബ് യാ അല്ലാഹ്. ഇനി ഞാൻ പറയില്ല, ഇതേ ഒരു അനുഭവം ഖദീജ ബീവിക്കുണ്ട്. ഖദീജ ബീവി കല്യാണം റസൂൽ അങ്ങോട്ട് അന്വേഷിക്കലല്ലോ, ഖദീജ ബീവി ഇങ്ങോട്ട് അന്വേഷിക്കുകയാണ്. പക്ഷെ പ്രേമല്ല, കാരണം വന്നത് ഡയറക്റ്റ് ആയിട്ടല്ല, പല കുടുംബത്തിലൂടെയാണ്. അത് പറയുമ്പോൾ അവിടെ വിശദീകരിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ ചെല്ലുന്ന കാഴ്ച ഇങ്ങനെ കാണുകയാണ് ബഹീറ. എന്നിട്ട് ഇവരിങ്ങനെ തൊട്ടടുത്ത മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ടെന്റ് അടിച്ചു. ആ ടെന്റ് അടിച്ച് നിൽക്കുമ്പോ ബഹീറ ആളെ വിടുകയാണ്. എന്നിട്ടെന്തേ, ഞാൻ നല്ലൊരു സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വരണം. എല്ലാവരും തേക്കിയിട്ട് പറഞ്ഞു, വലിയവരും കുട്ടികളും അടിമയും സ്വന്തനും എല്ലാവരും വരണമെന്നാണ്. അപ്പോ കൂട്ടത്തുനിന്ന് ഒരാൾ ചോദിച്ചു, ഇത്രേ ഞങ്ങൾ കൊല്ലങ്ങളായാലും കൂടെ പോകാൻ തുടങ്ങിയിട്ട് ഇന്നൊന്നും അല്ലല്ലോ, ഞങ്ങൾ ഈ മരത്തിലൂടെ ഇരിക്കലുണ്ടല്ലോ, ഈ കാലം വരെ തക്കച്ചാൻ തോന്നിയിട്ട് എപ്പം തീർ തക്കാരോ. എന്നാൽ അങ്ങനെ ആരോ ഒരു സംശയം എതിർത്തുകൊണ്ടല്ല, ഇതെത്ര തക്കാരോ, ചിലവിടിക്കാർക്കൊരു തക്കാരോ, ഇതെങ്ങനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഫലാഹിൽ പലതും ഇപ്പൊ ഇടിവെട്ടിത്തായാലും വേറെ ഒരു സ്ഥാപനത്തിൽ കണ്ടുകൾ ചെയ്യാൻ അല്ല, അങ്ങനെയല്ല. നമ്മളെ കൊണ്ട് കയ്യുടെ മാതിരി പണ്ട് മുത്തുന്നങ്ങളപ്പ പറഞ്ഞ മാതിരി ഞങ്ങളിങ്ങനെ പോവുകയാണ് വർക്കേഴ്സൊക്കെ. തങ്ങളൊപ്പം രാവിലെ അങ്ങനെ പോകുന്ന സമയത്ത് നാസ്ത ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് തങ്ങളിപ്പോൾ അവിടുന്ന് കഴിച്ചു. അപ്പൊ അവിടെ കുന്നോളത്ത് എത്താൻ നേരത്തെ ഇനി എന്താ ചായ ഏതായാലും വേണ്ട, എന്താ ജ്യൂസ് കുടിച്ചാണ് ആയിക്കോട്ടെ. ഏത് ജ്യൂസാ കുടിച്ചത് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പലരും പല ജ്യൂസും പാണ്. അവസാനം മുത്തുന്നങ്ങൾപ്പാപ്പ പറഞ്ഞ് ചിക്കു ജ്യൂസ് ആയിക്കോട്ടെ, എന്നാ ചിക്കു ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചിക്കു പറഞ്ഞത് അല്ല, ഒന്നുമല്ല, ഏപ്പിസ്താദ് ചെയ്യണത് ഒക്കെപ്പാട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. ഞാൻ നാളെ ഏപ്പിസ്താൻ ചെന്നപ്പോൾ രാവിലെ തന്നെ ഏപ്പിസ്താ ചിക്കു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പം അതായിക്കോട്ടെ, നിങ്ങൾ ഏപ്പിസ്താ ചെയ്യണോ ഒക്കെപ്പാട് ചെയ്യാൻ കഴിയൂല, ചിക്കു ജ്യൂസ് ഉസ്താ കൊടുത്തു ഞാൻ കുടിച്ചാണ്. ഇതേപോലെ എല്ലാം കൊണ്ടും ചെയ്യാൻ കഴിയൂല. ഒരു ഇടിവെട്ടി തൈലാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരു ഇസ്തക്കാരൻ 23 കൊല്ലം ഇവിടുത്തെ 5-8 ഉസ്താദന്മാർക്ക് വലിയ അട്ടിപ്പാത്രത്തിൽ തക്കരിച്ച നാട്ടുകാർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കണ്ടേ? ഈ 23 കൊല്ലം 65 ആലിമീങ്ങള് പൂർണ്ണമായ ആൾക്കാർ, അപൂർവ വിദ്യാർത്ഥികൾ, PP ഉസ്താദിന്റെ ഭാഷ പറഞ്ഞ ഇടക്കാരെ സന്നദ്ധ വാങ്ങിയ കുട്ടികൾ വേറെയുണ്ട്. ഇപ്പൊ കുറെ അങ്ങനെ വന്നിട്ടുണ്ട്. ഓലെക്കൊണ്ട് നമുക്ക് നേട്ടമുണ്ട് അൽഹംദുലില്ലാ. 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലമൊക്കെ പോയ ആൾക്കാർ ഗൾഫിൽ ഇപ്പോഴൊന്നും വിളിച്ചിട്ടുണ്ട്. ഇവിടെ പലരും പേര് നടന്നവർക്കൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ. ഇപ്പൊ ഇവിടെ 36,000 റുപ്യ കറണ്ട് ബില്ല് വരുന്ന ഒരു മാസം. 36,000-ലേക്ക് ഏകദേശം ഒരു 16-17,000 ഒക്കെ ഐഫ്യ ബാച്ച് എന്നുള്ള പേരിൽ പൂർത്തിയാകാത്ത ആൾക്കാർ, പൂർണ്ണമൂല്യന്മാർ ആരുമില്ല, അവരാണ് ബില്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ നേതൃത്വം തരുന്നത്. അള്ളാഹുക്കൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് കഴിയുന്ന ഒരു സൽക്കാരം. അപ്പൊ എന്ത് ഇതുവരെ എല്ലാം ഞാൻ ചോദിക്കണ്ട, അതങ്ങനെ തോന്നിയതാ. ഇതേപോലെ ബഹീറിനോട് ചോദ്യം, എത്ര കാലമായി ഇതിൽ കൂടെ ഞങ്ങൾ പോണ്, ഇതുവരെ തക്കച്ചിൽ ഇപ്പം തീർ തക്കാരെന്ന് വെച്ചു. ബഹീർ പറഞ്ഞു, ഒന്നുമല്ല, നമ്മള് കുറേശ്ശിയുടെ മക്കത്തുനിന്ന് വരുമല്ലേ, ഷാമുക്ക് പോകുകയല്ലേ, അപ്പൊ ഒരു ദിവസം ഭക്ഷണം തരണം തോന്നിയതാ, നിങ്ങൾ വരീന്ന പോയിക്കോട്ടെ 4 കാരണം. അങ്ങനെ നേരെ ചെന്നിട്ടോ, അങ്ങനെ നേർക്ക് നേരെ അവിടെ ഇങ്ങനെ ചെന്ന് എല്ലാവരും ബഹീർ അങ്ങനെ നോക്കുകയാണ്. അല്ലല്ല എല്ലാരും വന്നോന്ന് വെച്ചു. എല്ലാരും വന്ന് കിടുകയാണ്. ഇല്ലേ എല്ലാരും ഇല്ലല്ലോ പറഞ്ഞു. ഇല്ല എല്ലാരും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഇഞ്ഞേ ഞങ്ങളെ കൂട്ടത് ചെറിയൊരു കുട്ടിയുണ്ട്. അത് പിന്നെ കുട്ടിയല്ലേ വിചാരിച്ചു വിളിച്ചിട്ടില്ല, ഒട്ടകത്തിന്റെ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്, വലിയൊരടി കൂടെ കുട്ടികളെ കൂട്ടേണ്ട വിചാരിച്ചാണ്. നിങ്ങളെ അത് നോക്കണ്ട, കുട്ടീനെ കൊണ്ടുവരികയാണ്, കുട്ടീനെ കൊണ്ടുവരികയാണ്. അപ്പൊ മറ്റൊരാളാപ്പ ഹാരിസ് ബിൻ അബീ ത്വാലിബ് എഴുന്നേച്ചു, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഹാരിസ് അബീ ത്വാലിബ് കുട്ടി ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ഇവര് പുറത്ത് കിടറക്കി. എന്തേ, ഈ ബഹീറക്കറിയാ ഈ കുട്ടീനെ തക്കരിച്ചത്, അല്ലാതെ തക്കാരം വെക്കല്ലപ്പ്. അതിപ്പോ ഏപ്പിസ്ഥാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഡ്രൈവർക്കും കൊടുക്കൂല നമ്മള്. നമ്മള് തങ്ങളാപ്പ അതിന് പോവുകയാണ്, തങ്ങളാപ്പൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കിയതാ, ഒപ്പം മോണോലും ഒതുക്കൂല. ഇവിടെ പക്ഷേ നേരെ തിരിച്ചാണ്ടായത്, പാമ്പടിച്ചോന്ന് ആശുപത്രി കൊണ്ടേ മരിപ്പി. അതാണൊക്കെ കേട്ടിട്ടില്ലേ? അതായത് അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ കാര്യപ്പെട്ട രാജ്യരെ പാമ്പടിച്ചു. അങ്ങനെ വണ്ടി ഒക്കെ പാടക്കൂടി വണ്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ആചാര്യ കാര്യം എല്ലാവർക്കും ആചാര്യക്ക് ഖിദ്മത്ത് എടുക്കാൻ പറ്റിയ ചാൻസ് കിട്ടിയതാ. പാമ്പടിച്ചതാണ്. വണ്ടി ജീപ്പാണ് പേരിലും ചാട്ട ആണ്ട് കയറി വണ്ടി എല്ലാവർക്കും ആചാര്യ കൊണ്ടുപോകല്ലേ. വണ്ടി സ്പീഡിൽ ലേറ്റൊക്കെ വിട്ടു. ആസ്പത്രിക്ക് ഇറങ്ങിക്കാണ്ട് വീൽ ചെയർ കൊണ്ട് നോക്കുമ്പോ അല്ല, ഹാജരെ കാണല്ല. ആ പാമ്പ് കടിച്ച ആചാര്യ അടിച്ചാൽ തന്നെ ഒപ്പുള്ളവര് ഒക്കെ പാട വണ്ടി കയറിയിരിക്കും. ഇതുപോലെ ഇവിടെ കാര്യമായിട്ട് തക്കരിച്ചത് ആരെയാണ്? ഈ കുട്ടീനെയാണ്. കൂട്ടിനെ കാണല്ല. ബഹീറ പറഞ്ഞു, പറ്റൂല കുട്ടിനെ കൊണ്ടുവരികയാണ്. ആ കുട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ നഖ്ബലു ഒമാമത്തും തുലുഹൂ
ആ കുട്ടി ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ മേഘം വരുന്നു. മേഘം ബന്ധപ്പെട്ടുകൊണ്ടാണിരിക്കുന്നത്. ഈ ബഹീറ കാണിച്ചു കൊടുത്ത് കണ്ടോ മേഘം വരുന്നു. ഇത് ഞാൻ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ട്. മരത്തിന്റെ ചോട്ടിലിരുന്നു, കൊമ്പുകൾ മുഴുവനും വന്നു വളഞ്ഞു. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ആണ് നിങ്ങൾ അങ്ങനെ എത്തിയപ്പോൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ബഹീറ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ അതിനൊക്കെ മറുപടി ഇങ്ങനെ കൊടുത്തു. നേരത്തെ അബൂതറിന് ചോദിച്ച ചോദ്യം അപ്പ പറഞ്ഞു കരുതണട്ടോ, കരുതണം. എന്നിട്ട് പിന്നെ ഓരോ ലക്ഷണം ആ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ബിസ്മില്ലാത്തവൽ ഉസ്സ, ലാത്തന്റെ ഉസ്സന്റെ പേരിൽ എന്നോട് ഞാൻ ചോദിക്കുക, മറുപടി പറയണമെന്നാണ്. ഉടനെടുത്തേക്ക് പറഞ്ഞു എനിക്ക് ഇത്ര ദേഷ്യം വേറില്ല. ാത്തിന്റെ ഭാഗത്ത് ഞാൻ പറയും അപ്പൊ ബില്ല അൻഷദുക ബില്ല. ഓക്കെ, അപ്പം ബഹീറ പറഞ്ഞു ഇത് നബിയാ, വരുമെന്ന് പ്രതിരക്ഷിക്കുന്ന മുന്തലായ പ്രവാചകനാണ്. ആരാ ഇതിന്റെ രക്ഷിതാവ് എന്ന് വെച്ചു. അബൂ താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു സൂക്ഷിച്ചോ, ജൂതന്മാരുടെ കയ്യിൽ കിട്ടിയാൽ ആളെ വകവരുത്തും ഉറപ്പാണ്. ബദ്ധവൈരികളാണ്, ജൂതന്മാരിൽ സൂക്ഷിക്കണം, നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. ഈ കുഞ്ഞിനുമായി നിങ്ങൾ ഷാമിലേക്ക് പോയാൽ റോമക്കാര് വരും. ഷാമിന്റെ ഒരു ഭാഗത്ത് ജൂതന്മാരുണ്ട്. കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, അപായപ്പെടും, തിരിച്ചുവിടണം. അബൂ ത്വാലിബ് ആകെ വിഷമിച്ചു. ഒരു രക്ഷയില്ല. നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറഞ്ഞ് പുറത്തിറക്കുമ്പോഴേ കഥ വരുന്ന 7 മനുഷ്യന്മാർ. ഞാനൊക്കെ എൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇനിയും തുറന്നു വന്ന് ചോദിച്ചിട്ടാണ്. 7 മനുഷ്യന്മാര് വരികയാണ്. വന്നു നോക്കുമ്പോൾ റോമക്കാരാണ്. എന്തേ വന്നു വെച്ച്? ഒന്നുമല്ല, ഞങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞയച്ചതാ. എന്തേ? ആഖിറുസ്സമാൻ വരുമെന്ന് പറഞ്ഞ നബി വരുന്ന സമയമാണ്. അതാ അവാനുഹു, ഈ ലൈനിലൂടെ അദ്ദേഹം പോകുമെന്ന് ഞങ്ങളുടെ വേദങ്ങളിൽ ഉണ്ട്. കണ്ടുപിടിച്ചു കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആള് ഇവിടെ ഉണ്ട്, പക്ഷെ വന്നവർക്ക് അത് അറിയില്ല. നോക്കണങ്ങള് ആ സമയത്ത് ബഹീർ പറഞ്ഞു നിങ്ങൾ എന്ത് പൊട്ടപ്പോഴത്തായി ചെയ്യണത്? അത് വരണമെന്ന തീരുമാനം ആരുടേതാണ്? പടച്ചതമ്പുരാന്റേത് അല്ലേ? നിങ്ങളുടെ മതം ആരുടേതാണ്? പടച്ചതമ്പുരാന്റേത്. നിങ്ങൾ അങ്ങനെ കൊല്ലണം തീരുമാനിച്ചാൽ, വരണമെന്ന് അല്ല തീരുമാനിച്ചാൽ വടക്കങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അത് ശരിയാലേ. വന്ന ആൾക്കാർ തൗബ ചെയ്തു. അബൂ താലിബ് വിളിച്ചിട്ട് പറഞ്ഞു വേഗം മടക്കി പറഞ്ഞേക്കണോ, അള്ളാന്റെ ഹബീബാകുന്ന പൊന്നുമോനെ 12-ാം വയസ്സിൽ മക്കയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെറിയൊരു അഭിപ്രായത്തില് ആ പറഞ്ഞു വിടുന്ന കൂട്ടത്തില് സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ബിലാൽ തങ്ങൾ ഉണ്ട് എന്നൊരു ചെറിയ അഭിപ്രായം. അത് പ്രഗത്ഭം അല്ലാത്തോട് കാര്യം. ഇതിപ്പോ ഞാൻ ഒരൊറ്റ കിതാബ് അടിസ്ഥാനമാക്കിയിട്ടല്ല ഇത് പറയുന്നത്. മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ പുസ്തകങ്ങളും 4-5 കിതാബ് അടിസ്ഥാനപ്പെടുത്തിയാണ്. പല അഭിപ്രായങ്ങളിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് മുത്തറസൂറിലെ നബുവത്തിന്റെ വാദവുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും ആദ്യം സിദ്ദീഖുൽ അക്ബർ വിശ്വസിച്ചു. ബിലാൽ തങ്ങൾ കഠിനമായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴും ബിലാല് മാറിയില്ല. പെണ്ണുങ്ങളെ കൂട്ടുന്ന ഖദീജ ബി ആദ്യം വിശ്വസിച്ചു, പറയാം ഇൻഷാ അല്ലാഹ്. ആ രീതിയിൽ മടങ്ങുമ്പോ പക്ഷേ അബൂ താലിബ് വിരഹത്തോടു കൂടെ പാടിയൊരു പാട്ടുണ്ട്. അത് പാടുമ്പോഴേക്ക് സമയം വൈകും. ഇത്രയും കാലം എൻ്റെ വാപ്പിയാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നെ അമാനത്തായി സൂക്ഷിക്കാൻ തന്ന എൻ്റെ പൊന്നുമോനെ പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. ഈ യാത്രയ്ക്ക് വേണ്ടി ഞാൻ പുറപ്പെടുമ്പോ എൻ്റെ ഊരക്ക് പിടിച്ചിട്ട് എൻ്റെ പൊന്നുമോൻ കരഞ്ഞു, ഉപ്പെന്നെ ഇട്ടേച്ച് പോവാണോ? ആ സങ്കടം കൊണ്ടാണ് എൻ്റെ മോനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതൊരു വിരഹത്തിന്റെ ടൈമാണ്. എൻ്റെ പൊന്നാര മോനെ ഞാൻ പറഞ്ഞേക്കേണ്ടി വരുന്നു. വല്ലാത്ത വിഷമമുണ്ട്. വരികളോളം അബൂ താലിബ് പാടുകയും മുത്തറസൂലുള്ളാഹിനെ ഇവരോടുകൂടെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പറഞ്ഞേക്കുകയും ചെയ്യാൻ. പിന്നെ അധികം റസൂലുള്ളാഹി തങ്ങൾ ആ രീതി ദൂരത്തേക്ക് പോയിട്ടില്ല. ചെറിയ 1-2 യാത്രയുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ജഅഫർ അബി ത്വാലിബിന്റെ കൂടെ പോയ യാത്രയും അതിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഒട്ടകത്തെയും ആടുകളെയും മേച്ച് കഴിഞ്ഞ സന്ദർഭമുണ്ട്. അതിനുശേഷമുള്ള 2ാമത്തെ ഷാം യാത്രയുണ്ട്. ആ യാത്രയാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ യാത്ര. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത വർഷം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ, പറയാൻ, കേൾക്കാൻ, പകർത്താൻ, പകർന്നു നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തനബിയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അത് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ 10 വർഷം നടത്തിയ പ്രഭാഷണങ്ങൾ
അൽഹംദുലില്ലാ അതൊരു പുസ്തകം ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് കുറ്റമറ്റതാകണമെങ്കിൽ അത് നന്നായി എഡിറ്റ് ചെയ്യണം. ഇക്കാലം പ്രത്യേകം അങ്ങനെയാണല്ലോ. എഡിറ്റിങ്ങിന് വേണ്ടി മുജീബ് മാഷ് കക്കാട് എടുത്ത് കൊടുത്തതാണ്. ഇപ്പൊ കിട്ടാത്തത് കൊണ്ട് തീർക്കാനും ഇത് സമ്മേളനത്തിൽ പ്രകാശനം ഉദ്ദേശിച്ചിരുന്നു. വൈകാതെ നമുക്ക് നടത്തണമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അടവണ തങ്ങൾ പാപ്പാനെ ഇരുത്തിയിട്ട് ഇത്ര പറഞ്ഞതിൽ വിഷമമുണ്ട്. പക്ഷേ ഈ ഉസ്താദും ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിൻ്റെയും പ്രൗഢമായ പ്രസംഗം, KC ഉസ്താദ്, KPH തങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാർ, അവരൊക്കെ അൽഹംദുലില്ലാ കുറഞ്ഞ സമയത്ത് നമ്മൾ ആശംസിച്ചത് കൊണ്ട് അത് ആണല്ലോ ഒരു പരിപാടി. പ്രൗഢിയ മാത്രമാണെങ്കിലും സ്വാമിമാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും നേതാക്കളൊക്കെ വരാറുണ്ട്. ഈ വർഷം നമ്മളത് ഇടടുപ്പത്ത് വെള്ളം കാച്ചിയതാണ്. അപ്പോൾ ഒരു 40 മിനിറ്റെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പല മണിക്കൂറായി പറയാതിരുന്നാൽ പിന്നെ അത് പ്രസംഗം ആകൂലല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞു പോയതാണ്. ഒരുപാട് സമയം ക്ഷമിച്ചു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനി കൂടുതൽ അടുത്ത കാലം ബാക്കി പറയാനും കേൾക്കാനും തുണ ചെയ്യുമാറാകട്ടെ.